Hallelujah. Hallelujah. See you sitting, nobody feels happy. Hallelujah. Hallelujah. There's nothing more than sitting in the presence of your Father. Hallelujah. Hallelujah. The God who created us, the God who takes care of us, the God who takes care of us, God who protects us, the God who controls our future, the God who gives us victory over our enemy. Yes. God who impossibilities make it possible. How can you have gone through this? How can you not rejoice in the Lord? ഞാനിങ്ങനെ ചിന്തിക്കുക, കർത്താവ് മേളിൽ നിന്ന് നോക്കുകയായിരിക്കും എന്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്, അവരെന്തോ ചെയ്യുവാണെന്ന്. God, but the pastor is saying is God, the Father is looking down from heaven. What is my children doing? Amen. ദൈവം ഉറക്കം നോക്കത്തില്ല, ദൈവം ഉറക്കത്തുമില്ല. God does not sleep, he does not slumber. ദൈവം ഇപ്പോഴും ആക്റ്റീവാണ്. God is always active. Amen. അങ്ങനെയാണെങ്കിൽ നമ്മളും ആക്റ്റീവ് ആയിരിക്കണം. Shouldn't we also be active? Hallelujah. Hallelujah. ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ വളരെ കുറച്ച് സമയം ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. Let's turn our concentration focus onto the word. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം എന്നോട് എടുക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറയാനിടയായി തീർന്നു. When the Holy Spirit has very clearly told me to take this word. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. The Lord's coming is at the doorstep. Hallelujah. നമ്മുടെ സർവീസിനകത്ത് മുഴുവൻ ഇത് കേട്ടു തുടങ്ങി, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. Yeah, from the beginning of the service we are hearing the Lord's coming is soon at the doorstep. Hallelujah. Hallelujah. ഞാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ ഒരു വിഷയം എടുക്കണമെന്ന് പറഞ്ഞു. The Holy Spirit very clearly told pastor that particular message should be taken today. Amen. കർത്താവ് വരുന്നത് അവൻ വെറും ഒരു കൂട്ടത്തെ ചേർക്കുവാൻ വേണ്ടിയല്ല, കർത്താവ് വരുന്നത് തന്റെ മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ്. God is not coming to just bring any person into his kingdom. He is coming for his bride. Hallelujah. Hallelujah. കർത്താവ് സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ് വരുന്നത്. God is coming for his church. ആമേൻ. ഹല്ലേലൂയ. ആ മണവാട്ടി എങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഏതൊരു പുരുഷനും വിവാഹം കഴിക്കുവാൻ വേണ്ടി ഒരു ആമേൻ ഹല്ലേലൂയ പെൺകുട്ടിയെ തിരയുമ്പോൾ ഒരിക്കലും തന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെയുള്ളതിനെ നോക്കത്തില്ല, അതിനോട് തന്നോടൊപ്പം നിർത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ താൻ നോക്കത്തുള്ളൂ. The bridegroom searches for a bride. He never checks for a person below his standard. He looks for a person, a bride as per his standard. Amen. Hallelujah. Hallelujah. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുന്നതിന് ആ മെച്ച സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. So think that his bride, Jesus' bride, the standard should be so high, right? Amen. അത് എനിക്ക് തോന്നുന്നു ഞാൻ പെർഫെക്റ്റ് ആണെന്ന്, അതല്ല ആമേൻ. പക്ഷെ കർത്താവിനോടൊപ്പം നിൽക്കുമ്പോൾ ആ മണവാട്ടി ആമേൻ പെർഫെക്റ്റ് ആയിരിക്കണം. Not because I think I am perfect, but Jesus should think that the bride along with the bridegroom is perfect. അതുകൊണ്ട് ഈ കാലഘട്ടം എന്ന് പറയുന്ന സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമായത്. This is a very important season for the Lord. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് സഭകൾക്കകത്ത് ശക്തമായി മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു ആൻസറേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വെമ്പൽ കൊള്ളുകയാണ് സഭയെ ഒരുക്കുവാൻ വേണ്ടി. Understand one thing, there is powerfully the Holy Spirit move in the church nowadays. You know why? To prepare the bride for the bridegroom, that is Jesus. ആമേൻ. ഹല്ലേലൂയ. അവൻ സഭയെ ഒരുക്കുവാൻ കഴിയുന്നത് ഒന്നിന് മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന് മാത്രമാണ്. Understand, only the Holy Spirit can get the bride ready for the bridegroom. കാരണം ഹല്ലേലൂയ നമുക്കറിയത്തില്ല, നമ്മൾക്കറിയാവുന്ന നമ്മുടെ മനസ്സിനകത്തുള്ള ബെസ്റ്റ്, പക്ഷേ പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കി കഴിഞ്ഞാൽ അവൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സഭയെ ഒരുക്കി കൊണ്ടുവരും. You know why? We think in our minds this is the best. No, the Holy Spirit knows what is the best for the bridegroom. Amen. സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കുവാൻ വേണ്ടി തുടങ്ങിയാൽ നമുക്കറിയത്തില്ല എങ്ങനെ അണിയിച്ചൊരുക്കുമെന്ന്. ഒരു മണവാട്ടിയെ പോലെ അണിയിച്ചൊരുക്കും. We don't know how the Holy Spirit when he adorns the bride, it goes according to his wishes. It goes beyond what you think. അതേ സമയം തന്നെ നമ്മൾ ഈ കാലഘട്ടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തകർച്ചകൾ അനുഭവിക്കുന്ന ഒരു മേഖലയാണ് സഭ. But look at this time. You see the church is being decimated, destroyed. This is the time for that even too. ഏറ്റവും കൂടുതൽ അസമാധാനം ഉണ്ടാകുന്ന രാജ്യങ്ങളെക്കാൾ കൂടുതൽ പലപ്പോഴും സഭകൾക്കകത്താണ്. It's not in the kingdoms.
peace is lost in the churches. ഏറ്റവും കൂടുതൽ റിബലിയസ് ആറ്റിറ്റ്യൂഡുകൾ കയറി വരുന്നത് അവൻ പൊളിറ്റിക്കൽ മണ്ഡലത്തെക്കാൾ കഷ്ടമായി വരുന്നത് സഭയ്ക്കകത്താണ്. Rebellion is not in the political world, it is right inside the churches. That's what you see now. കാരണം പിശാചും പറയുന്നത് കറപ്റ്റഡ് ആക്കി കളയാൻ വേണ്ടിയാണ് നോക്കുന്നത് സഭയെ. Devil is his last moments is trying to corrupt the church of God. ദൈവം ആഗ്രഹിക്കുന്നത് കറ മാലിന്യം വാട്ടം ചുളുക്കം ഒന്നുമില്ലാത്ത ഒരു മണവാട്ടിയെയാണ്. God wants a church without spot, without wrinkle, without blemish. That's what the church, what God is looking forward to. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സഭയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ്. Understand, that's what the Holy Spirit requires now. Without spot, without wrinkle, without blemish. അതാണ് പിതാവിന്റെ ആഗ്രഹം. That's what the Father wants. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ആമേൻ ഇതിനകത്ത് അനേകം ആമേൻ പിതാക്കന്മാർ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് ആമേൻ നിങ്ങളുടെ ആമേൻ ഒരു മകനുണ്ടെങ്കിൽ ആ മകന്റെ വിവാഹത്തിന് കയറി നിൽക്കുമ്പോൾ ആമേൻ കൂടെ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടിട്ട് നാട്ടുകാരും പറയരുത് അയ്യേ ഇതാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രമാത്രം സഭയാകുന്ന മണവാട്ടിയെ ഒരുക്കുവാൻ ആമേൻ ആഗ്രഹിക്കുന്നുണ്ടാകും. You should understand, when your daughters stand for the marriage, though the people around should not say this is not suitable, how much more will the Holy Spirit adorn the church to say suitable for the Father. Hallelujah. 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 അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 50 വർഷമോ 60 വർഷമോ പിറകിലെടുത്തു കഴിഞ്ഞാൽ അവൻ കാണുന്നതിനേക്കാൾ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് സഭകൾക്കകത്ത് മൂവ് ചെയ്യുന്നു ഇപ്പോൾ കാണാം. And 50 to 60 years back, the Holy Spirit was not moving so beautifully, so strong in the churches. But nowadays, watch, the Holy Spirit is moving so strong, so powerful movement. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാത്തിരിപ്പ് യോഗം വേണം ഒരു അഭിഷേകം പ്രാപിക്കണമെങ്കിൽ. There was a time, 50 years back, you have to stay put in a room to get the anointing of the Lord. ഒരാൾ അഭിഷേകം പ്രാപിച്ചാൽ എന്തൊരു സന്തോഷമായിരുന്നു. And those were the days when one person gets anointed, the anointed of the Holy Spirit, they are so happy. ഇന്ന് നമുക്ക് കാണാം പരിശുദ്ധാത്മാവ് എന്തിനോ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. But now see, the Holy Spirit is just yearning to fill everyone. കാരണം സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. You know why? Because time is up. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയങ്ങളായത്. The Lord's coming is soon. Hallelujah. Hallelujah. ഒരു മണവാട്ടി മണവാളന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെ സഭ വെയിറ്റ് ചെയ്യേണ്ട സമയങ്ങളായി കഴിഞ്ഞു. There is a time the church should be ready as the bride for the bridegroom, ready, decked, adorned. Amen. Hallelujah. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം പറയാം. ഈ കർത്താവ് എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് പോലും ഒരു എരിവില്ലാത്ത സമയങ്ങളായിരിക്കും. Okay, the time has come. The Lord, nobody is bothered about the Lord in the church, not outside in the church. People are not bothered. എന്ത് സംഭവിച്ചു? മണവാട്ടിയാകുന്ന സഭയ്ക്കകത്ത് പോലും ആ ആത്മ മണവാളനെ കുറിച്ചുള്ള താല്പര്യമില്ലാതെ പോയി തുടങ്ങി. People have lost interest in the bride has lost interest in the bridegroom in the church. Hallelujah. Hallelujah. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ചിലർക്ക് ദാവീദ് എന്ന് പറഞ്ഞ ആത്മാവ് തന്നെ ഇറങ്ങും, പക്ഷെ യേശു എന്ന് പറഞ്ഞ ഇറങ്ങുന്നില്ല. Some people, I'm talking about the church, inside the church. When we speak about David, the Holy Spirit anointing is sort of. But hallelujah, when Jesus told the real anointing should come, it didn't come. പക്ഷെ മണവാട്ടിക്ക് മറ്റൊരാളെ കുറിച്ച് കേൾക്കുന്നതിനേക്കാൾ ഇഷ്ടം തന്നെ മണവാളനെ കുറിച്ച് കേൾക്കുന്നതാ. Yes, the bride should be, the church should be happy to hear about the bridegroom. That's Jesus. Hallelujah. 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 കർത്താവ് നോക്കുന്ന അങ്ങനെയുള്ള ഒരു കൂട്ടത്തെയാണ്. That's what God is looking forward. Those who feel happy, those who rejoice when the Lord's name, the Father's name, the bridegroom's name is told. Hallelujah. Hallelujah. സന്തോഷമുള്ള കാര്യങ്ങൾ ഉയർത്തി Those who are happy to praise the Lord. Hallelujah. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. Jesus told, I will build my church. അവൻ ശ്രദ്ധിക്കുക ആ വാക്കുകൾ, ഞാൻ എൻ്റെ സഭയെ പണിയും. Listen to those words. Jesus told, Jesus will build the church. അവൻ കർത്താവ് പറഞ്ഞിട്ട് മനോജ് പാസ്റ്ററിന്റെ സഭയെ പണിയെന്ന് പറഞ്ഞിട്ടില്ല. Is it Manoj Pastor will build the church? God has not told. കർത്താവ് പറഞ്ഞില്ല എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞിട്ടില്ല. God did not say, I will build my church. കർത്താവ് പറഞ്ഞു, എൻ്റെ സഭയെ, ഞാൻ എൻ്റെ സഭയെ, കർത്താവിന്റെ സഭയെ കർത്താവ് പണിയും. God very clearly told, it's not man who will build the church, not this person, that person. He himself will build the church. അങ്ങനെയാണെങ്കിൽ അവൻ നമുക്ക് എന്ത് ചെയ്യുവാൻ വേണ്ടി കഴിയും അതിന്റെ അകത്ത്? So what can we do in the church? നമുക്ക് ആ പണിയോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി കഴിയും. We can stand along with the building of the church
of the church by Christ himself. എവിടെയെങ്കിലും ആ പ്ലാനിന് വ്യത്യസ്തമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കർത്താവിന്റെ സഭയെ പണിയും, അവിടെ വെച്ച് ഞാൻ എന്റെ സഭയുമായി പുറകോട്ട് പോകേണ്ടി വരും. Okay, the thing is, the church should be built by Jesus. Anytime it goes wrong, he will build it. It's not we who build it. കാരണം കർത്താവ് അത് പണിയുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്, അത് പണിയുന്നതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്, അത് പണിയുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ് പണിയുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ അകത്തുനിന്ന് മാറിപ്പോകുന്ന പലതും ആമേൻ നമുക്ക് തോന്നുന്ന സഭയാണെന്ന്, പക്ഷെ ഞാൻ പറയാം ആമേൻ, ഹല്ലേലൂയ, കർത്താവിന്റെ സഭയ്ക്കകത്ത് അതിൽ പങ്കുണ്ടാകത്തില്ല. Understand one thing, God, Jesus himself builds the church. He knows the plan, he knows the foundation, he knows everything. Those who go off saying that they know it is not, they do not belong to the Lord, and the Lord Jesus is not building that church. ആമേൻ. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ആത്മീക മരണങ്ങൾ ഒരുപാട് സംഭവിക്കുന്ന കാലഘട്ടമായത്. The Lord very clearly spoke the Holy Spirit that this is a time when the Holy Spirit is going to be dead in many people. ഹല്ലേലൂയ. കാരണം എന്താ? ആമേൻ. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പണിതാൽ മതി, അവർ ഈ പണിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറല്ല. Why? You know why? Because they do not submit for Jesus to build the church. They want their own building of the church. ഹല്ലേലൂയ. അവർക്ക് അവരുടേതായ പ്ലാനുകളുണ്ട്, അവർക്ക് അവരുടേതായ ആമേൻ, ഹല്ലേലൂയ, ആഗ്രഹങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് അവർ പണിയുന്നത്. പക്ഷേ ഇന്ന് പകൽ ആമേൻ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ആമേൻ, കർത്താവ് സഭയെ പണിയുമെങ്കിൽ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കീഴിൽ താണിരുന്നാൽ മാത്രമേ അതിന്റെ അകത്ത് ഒരു പാട്ട് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. The people, most of the people these times, they have their own plans. Man has their own plans to build the church. That's not the church Jesus builds. Jesus builds his own church. Jesus plans. He is total control in the power of the Holy Spirit. Whatever they do it of themselves. The Lord has no hand in them. Hallelujah. ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഏറെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്, കർത്താവേ, ആ പണിയിൽ നിന്ന് ഞാൻ മാറി പോകരുത്. When we stand here, Pastor and me, one thing we are really fearful, never to move out of the building of the church by Christ. എനിക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ പ്രസംഗിക്കാം, ഒരു പക്ഷേ പ്രവചിക്കാം, ഒരു പക്ഷേ രോഗികളെ സൗഖ്യമാക്കാം, പക്ഷേ ഏറ്റവും അവസാനം ആമേൻ ആ പണിയിൽ ഞാൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. I can prophesy, people can get delivered, people can heal, but the last question is, am I also in the building of the church built by Christ? Am I there in it? പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, നമുക്കൊരു രാജ്യം വെട്ടിപ്പിടിച്ചില്ലെങ്കിലും ആമേൻ ആ മണവാട്ടിയുടെ പങ്ക് ചേർന്ന് ആ മണവാട്ടിയായി ആമേൻ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കൽപ്പെട്ടാൽ മതി. Only one thing we want, that is, as the bride, when the bridegroom comes, we should take up along with him into heaven. നമ്മുടെ ആഗ്രഹം സ്വർഗ്ഗമായിരിക്കണം. Our thought, our focus should be heaven and heaven only. Amen. Hallelujah. 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 അല്പം കൂടെ തുറന്നു പറഞ്ഞാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ആത്മീയ ബോധത്തിന്റെ അകത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ശുശ്രൂഷയുടെ പുറകെ പോകുന്നത്. ഞാൻ പറയാം, ശുശ്രൂഷയുടെ പുറകെ പോകേണ്ട, കർത്താവിന്റെ പുറകെ പോയാൽ മതി, ശുശ്രൂഷ തന്നെ വെളിപ്പെട്ട് വന്നോളൂ. Yeah, what is seen nowadays is you going after, you go after meeting after meeting. Don't go after meeting, go after the Lord, and the Lord will open up doors to have meetings. ഹല്ലേലൂയ. പ്ലാറ്റ്ഫോമിന് വേണ്ടി ഓടണ്ട. ആമേൻ. നമ്മളുടെ മേൽ കർത്താവിന്റെ കൃപ ഇറങ്ങിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ ഉണ്ടായി വന്നുകൊള്ളൂ. You don't have to go after platforms. Go after Christ. He will open up platforms for you. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ഈ പറയുന്നതിന്റെ ആമേൻ, ഹല്ലേലൂയ, ആഴം എന്താണെന്ന്. ആമേൻ, ആമേൻ. വിശ്വാസത്തിന്റെ അകത്ത് ഇറങ്ങി തിരിച്ചിട്ട് പലതും തകർന്നു പോയ മേഖലകളിൽ കൂടി ആമേൻ ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അനേകർ വീണുപോയ ആമേൻ മേഖലകൾ നമുക്ക് കാണാം. എന്തുപറ്റി? ആമേൻ, കർത്താവിന്റെ പണിക്ക് വേണ്ടി ഇരിക്കുവാൻ തയ്യാറായിരുന്നില്ല. Understand? I don't know how much you understand the depth of what Pastor we are saying here. Understand that a lot of people who started after the faith and they have fell. To how many people, including us, who are keeping still after the faith of the Lord, focused on Christ and Christ and Christ only. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രത വിട്ട് നിങ്ങൾ ആമേൻ മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. Paul says, I'm fearful whether you will lose your focus, whether you lose your concentration on Christ. നമ്മൾ മിനിസ്ട്രി ഫോക്കസ്ഡ് ആയിരിക്കരുത്, ക്രൈസ്റ്റ് ഫോക്കസ്ഡ് ആയിരിക്കണം. Do not be ministry focused, be only Christ focused. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കി ഓടുക. Focus on Jesus Christ, who is the author and finisher of our faith.
ഹല്ലേലൂയ. കാരണം അവന് മാത്രമേ ഇത് ഫിനിഷ് ചെയ്യാൻ കഴിയത്തുള്ളൂ. You know why? Because he is the only person who can finish the race. ഹല്ലേലൂയ. അവൻ ഇതിന്റെ ഇടയിൽ വെച്ച് നിങ്ങളുടെ നോട്ടം എങ്ങും മാറിപ്പോകരുത്. In between, do not lose your focus from Christ. നമ്മളൊന്നും നേടിയില്ലെങ്കിലും ഈ നോട്ടം മാറ്റരുത് അവിടെ നിന്ന്. Even if you do not get anything in this world, but never lose your focus on Christ. കാരണം ഏറ്റവും ഒടുവിൽ നമ്മൾ എത്തിച്ചേരേണ്ടത് നിത്യതയെ തന്നെയാണ്. Because at last we should reach the eternity in heaven with Christ. പലരും ചോദിക്കും എന്റെ ബ്രദറെ, അവൻ ഇവിടെ കടഭാരം കൊണ്ടിരിക്കാൻ വയ്യ, അവൻ പ്രശ്നങ്ങൾ കൊണ്ടിരിക്കാൻ വയ്യ, നേരെ സ്വർഗത്തിൽ പോകുന്ന കാര്യം അവൻ ആണോ പ്രസംഗിക്കുന്നത് എന്ന്. You're speaking, Pastor says, you all speak about things. Here we have such a lot of financial crisis. We are broke. We have such a lot of prayer matters. You're speaking of going to heaven. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, അവൻ നിത്യതയുടെ വെളിച്ചത്തിൽ 60-70 വർഷം എന്ന് പറയുന്നത് എത്ര വലുതാണ്? Understand, eternity is beyond what is life on earth. 60 or 70 years on earth, eternity is beyond that. സമയം എന്ന് പറയുന്നത് കർത്താവ് അവൻ ഉണ്ടാക്കി വന്ന സമയം. Time was made by Christ himself. പക്ഷെ സമയം മാറിപ്പോകുന്നു, ഒരു സമയം വരും. But there's a time when time just moves out in eternity. അന്നേരം സമയം ഉണ്ടാകത്തില്ല. Then you will be outside the time. ഹല്ലേലൂയ. നമുക്ക് 60-70 വയസ്സേ ഉള്ളൂ ഈ ഭൂമിയിൽ. Understand, we have only 60 or 70 years on earth. ആ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പൗലോസ് അതിനെ പറഞ്ഞ നേരത്തേക്കുള്ള കഷ്ടം. All these things Paul in the scripture says, standing with the depth of the eternity. This is just a split of a second, 60 to 70 years. നമ്മൾ ജീവിക്കുന്നത് നിത്യതയുടെ കാഴ്ചപ്പാടിലായിരിക്കണം. So we should live focused on the eternity with life in Christ, with Christ. കർത്താവിന്റെ സഭയെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിനകത്ത് പല രീതിയിൽ അതിനെ ഊന്നിച്ചിട്ടുണ്ട്. There has been parallel parables about Christ and the church in the scriptures. അതിനകത്ത് ഒന്നാണ് കർത്താവിന്റെ മണവാട്ടിയായിട്ട് അവൻ സഭയെ ചിത്രീകരിച്ചിട്ടുണ്ട്. One is Christ the bridegroom and the church the bride. മറ്റൊരു വിശുദ്ധന്മാരുടെ കൂട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. About Christ being connected to the saints, group of saints. മറ്റൊരു സൈഡിൽ കർത്താവിന്റെ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ട്. And then another part of the scripture is told Christ and his body. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന കർത്താവിന്റെ ശരീരത്തെ കുറിച്ചാണ്. Today we are going to meditate on Christ and his body. Hallelujah. Hallelujah. മുഖത്തൊക്കെ നോക്കി കഴിഞ്ഞു ഭയങ്കര ക്ഷീണം വന്ന പോലെ. You look so tired looking at your faces. എനിക്ക് സഭ എന്ന് പറഞ്ഞാൽ ചാർജ് ആവും. Pastor says, when he says church, me too, we get charged up. കാരണം ഞാനൊരു മണവാട്ടിയാണ്. You know why? Because we are the bride of Jesus. ആ മണവാളനെ കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ അകം തുടിക്കും. When I hear about the bridegroom, in the heart, it really motivates and active. അതെന്ന് പോകുന്നു എനിക്ക് തോന്നുന്നത് അന്നത്തോടു കൂടി ഞാൻ മണവാളനോടുള്ള സ്നേഹം എന്റെ പോയി. Whenever that's lost from our heart, with that I will lose the love for Christ, my bridegroom. Hallelujah. 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 നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ്യർക്ക് ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. Colossians, please open your Bible to Colossians 1:18. Colossians 1:18, the book of Colossians. He is also head of the body, the church, and he is the beginning, the firstborn from the dead, so that he himself will come to have first place in everything. Amen. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. He is the head of the body, that's the church. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിന്റെ ശരീരമാണ് അവൻ ഭൂമിയിലെ സഭ എന്ന് പറയുന്നത്. Understand, the church is the body of Christ. കുറച്ച് സമയം കൂടെ ദൈവവചനം കേൾക്കാൻ റെഡിയാണോ? Are you ready to hear the word? Hallelujah. 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 മറ്റൊന്നും ചിലപ്പോൾ ഉണ്ടാകത്തിരുന്ന വചനം മാത്രമായിരിക്കും ഉണ്ടാകത്തുള്ളൂ. Someday nothing might happen here, no miracles, no deliverance, but definitely the word is going to move powerfully. Hallelujah. Hallelujah. കർത്താവിന്റെ ശരീരത്തെക്കുറിച്ച് കർത്താവിന്റെ സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, ഇതൊരു ശരീരം പോലെയാണ്. God, Apostle Paul says that the church is like the body for Christ. 1 Corinthians 12-ാമത്തെ അധ്യായത്തിന്റെ അകത്തേക്ക് വരാമോ? 1 Corinthians, please to turn your Bibles, 1 Corinthians 12. അതിന്റെ 14-ാമത്തെ വാക്യം 14, verse 14. 1 Corinthians 12, verse 14. For the body is not one member but many. ഓക്കേ, ഇവിടെ പറയുന്നു ശരീരം എന്ന് പറയുന്നത്
ആമേൻ ഒന്നല്ല പല അവയവം എന്നാണ് ആമേൻ മലയാളത്തിന്റെ അകത്ത് കിടക്കുന്നത്. For the body is not one member but many. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ കർത്താവ് യേശുവിന്റെ സഭ എന്ന് പറയുന്നതില് അവൻ ഒരു ശരീരത്തോട് ഉപമിച്ചിട്ട് അവൻ നമുക്ക് ചില കാര്യങ്ങൾ അതിനകത്ത് പഠിക്കുവാൻ തക്കോണം അല്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിൽ പൗലോസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. Apostle Paul is explaining regarding what is the body of Christ. Is a church, it's not one, it's many. ഇതിനകത്ത് പല അവയവങ്ങളുണ്ട്. Lot of organs are there. പല ഫംഗ്ഷൻ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. Every organ has got different functions. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് അവൻ ശരീരമായി തീരുന്നത്. All these come together, then it's a church, it's the body of Christ. പക്ഷേ ഒരേ ആത്മാവ്, but one spirit. 11ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? Verse 11 please. Will you read? But one and the same Spirit works all these things, distributing to each one individually just as He wills. 12ാമത്തെ വാക്യം. 12 verse 12 For please. even as the body is one and yet He has many members, and all the members of the body, though they are many, are of one body, so also is Christ. ശ്രദ്ധിച്ചു നോക്കിയേ, അപ്പോൾ ഒരേ ആത്മാവ് അവൻ പലരെ അവൻ പല അവയവങ്ങളായിട്ടാണ് അവൻ ഹല്ലേലൂയ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. One spirit but different members, and God has created that in the church, in the body. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അല്ല, നമ്മൾ ഒരു ഓർഗൻ ആണ്. We are not an organization, we are an organ. പക്ഷേ അവൻ ശരീരത്തെ നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഓർഗനൈസ്ഡ് മെത്തേഡിന്റെ അകത്ത് ആക്കി വെച്ചിരിക്കുന്നത്. God has made it in such an organized way. It's not an organization as an organ. God has organized in such a way. It's very much organized. ഏതൊരു ഓർഗനും അതിന്റെ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അത് അതിന്റെ ഓർഡറിന്റെ അകത്തായിരിക്കണം. Any organ, as you know, if it's a work, it should be under an order. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്തും ഓർഡർ ഇല്ലാത്ത ഒന്നല്ല ദൈവസഭ. God's church, God's body, there is absolute order. ആമേൻ. ഹല്ലേലൂയ. ലോകത്തുള്ള എല്ലാ കാര്യവും അതിന്റെ ഡിസിപ്ലിൻ ആയിട്ട് പോകണമെങ്കിൽ ദൈവസഭയ്ക്കകത്തും അതിന്റെ ഓർഡർ ഉണ്ട്, അതിന്റെ ഡിസിപ്ലിൻ ഉണ്ട്, അതിന്റെ ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ ആമേൻ ഹല്ലേലൂയ പൊസിഷൻ ഉണ്ട്. Understand, in God's church, there's absolute order, there's absolute discipline, and there's absolute control by the head, that is Christ. ശ്രദ്ധിച്ചു നോക്കുക, ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് അവൻ പല അവയവങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്റെ ശരീരം ഹെൽത്തി ആയി മാറുന്നത്. Like the body becomes healthy when many organs join together to make my body healthy, right? എന്റെ കൂടെ നിൽക്കുന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ട് സ്തോത്രം. ആമേൻ. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു ഓർഗന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഓർഗന് മാത്രമാണോ പ്രശ്നം, അതോ ഈ ബോഡിക്ക് മുഴുവൻ പ്രശ്നമാണോ? Pastor is asking me as a doctor, if one organ is affected, will it affect only that organ, the whole body? It affects the whole body. നമുക്കറിയാം അതെല്ലാം ആമേൻ ശരീരം മുഴുവൻ അഫക്റ്റഡ് ആയിരിക്കും. It affects, we know that it affects the whole body. Amen. ഹല്ലേലൂയ. എന്താണ് ഒരു ഓർഗന് വരുന്ന ഡാമേജ് എന്ന് പറയുന്നത്? What is the damage it affects or seen to one organ? എന്റെ കൈയെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ അത് അതിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അവൻ അതിനെ ഡാമേജ് ആണ്. For what was created my hand, if it does not do its purpose in the church, in the body, that's gone. It's damaged. അതുപോലെ സഭയ്ക്കകത്തിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ അവയവങ്ങളായിട്ട് തന്നെയാണ്. So understand, every person here in this church is created for a purpose in order. ആമേൻ. അപ്പോൾ നിങ്ങൾ ഒരാളിൽ അത് ഫംഗ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവൻ അത് മുഴുവൻ ശരീരത്തെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. To understand, if one person here who's part of the church is not working the way the Lord wants, it will affect the whole church. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സഭയ്ക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല പല സമയത്തും. So what happens? The church cannot move forward. ഭാഗ്യം കൊണ്ട് പാസ്റ്റർ മാത്രം ചില സമയത്ത് വർക്കിംഗ് ആണ്. So partly the pastor is most of the times working. പിന്നെ കുറച്ച് പാർട്ടികളൊക്കെ ആമേൻ വർക്കിംഗ് ആണ്. But some parts are still working along with the pastor. ചില സഭയ്ക്കകത്ത് കൈ വർക്കിംഗ് ആ, പക്ഷെ കാൽ വർക്കിംഗ് അല്ല. Some church the hand is working, the leg is not working. ചില സഭയ്ക്കകത്ത് കാൽ ഭയങ്കരമായിട്ട് വർക്കിംഗ് ആ, കൈ വർക്കിംഗ് അല്ല. In some churches the leg is very much working, but the hand is not working at all. ചില സഭയ്ക്കകത്ത് വായ് ഒരുപാട് വർക്കിംഗ് ആണ്, കണ്ണ് കാണത്തേയില്ല. In some churches the mouth is working, the eyes cannot see. അങ്ങനെയല്ല കർത്താവിന്റെ ശരീരം. That is not Christ's body. അവൻ നിങ്ങൾക്ക് ആ ശരീരത്തിന്റെ അവയവമായി ഇരിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ എന്റെ ചോദ്യം, അവൻ നിങ്ങൾ ശരീരത്തിന്റെ അകത്താണോ പുറത്താണോ? The
question here is, if you cannot work according to the power of the Holy Spirit, as per the organs in the church, are you inside the church or outside the church? കാരണം എന്റെ കൈ എന്ന് പറയുന്നത് എന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. My hand is part of my body. ഹല്ലേലൂയ. Hallelujah. എനിക്ക് അതിനോട് യോജിച്ച് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ആമേൻ, എന്റെ ചോദ്യം, ആമേൻ, നിങ്ങൾ കർത്താവിന്റെ ശരീരത്തോട് യോജിക്കാൻ നിങ്ങൾക്ക് If you are not in the same state, in the same mind as the church, are you inside the church or outside the church? പലപ്പോഴും നമ്മൾക്ക് ആമേൻ ഓർഗൻസ് ആണ്, പക്ഷെ നമ്മൾ ഫങ്ഷൻ ചെയ്യാൻ തയ്യാറല്ല. Many times we are organs of the body of Christ, but we are not ready to function. നമ്മളെല്ലാം ചെന്ന് കഴിഞ്ഞ ദിവസം എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. എന്നെ ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിച്ചു. നമുക്ക് ഒരു 6 മണിക്കൂർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ വരാം. Somebody called pastor. He told him, I want to pray with you for 6 hours. അത് കഴിഞ്ഞിട്ട് വലിയൊരു ലിസ്റ്റ് എനിക്ക് തന്നിട്ട് പറഞ്ഞു, മുപ്പതരെ പ്രാർത്ഥിച്ചു, ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. So I translated. So then he gave a big list and I told pastor, you pray, brother, you pray, I'll take a little rest. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു കൾച്ചർ കയറി വന്നിരിക്കുക. ഇതെല്ലാം പാസ്റ്റേഴ്സിന്, ഇതെല്ലാം അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക്. പക്ഷെ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ അകത്ത് തലയുണ്ടെങ്കിൽ കൈയുണ്ട്, കൈയുണ്ടെങ്കിൽ കാലുണ്ട്, കാലുണ്ടെങ്കിൽ മറ്റൊരു അവയവങ്ങളുണ്ട്. അത് എല്ലാം കൂടെ ഫങ്ഷൻ ചെയ്ത് വരുമ്പോൾ മാത്രമേ ഈ ബോഡി ഹെൽത്തി ആയിട്ട് വരത്തുള്ളൂ. Understand, there's a culture now that it's all the duty of the pastors or somebody or man of prayer to pray for them. They don't understand that no, every organ has to work perfectly and in order, the order of Christ, for that whole organ, the whole church to function excellent. ഹല്ലേലൂയ. 15ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. Will you please read verse 15? ബൈബിൾ മാറ്റുമ്പോൾ നമുക്ക് ഒത്തിരി വാക്യങ്ങൾ വായിക്കേണ്ടി വരും. Please keep your It Bible. says, because I'm not a hand, I'm not a part of the body. It is not for this reason any the less a part of the body. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടോ, ഞാൻ കൈ അല്ലാത്തത് കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറഞ്ഞു എങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. The foot says that, as you read, if the foot shall say, because I am not the hand, I am not of the body. Is it therefore not of the body? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാസ്റ്റർ അല്ല, എനിക്കതുകൊണ്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല. കാരണം അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ ശരീരത്തിന്റെ ഒരു അവയവമായിട്ട് തന്നെയാണ്. See, God has all created not only the pastor, God has created each one of you as an organ, as a part of the body of Christ. You cannot say that only the pastor should pray, this is the pastor's duty. No, it's everyone's duty, and if all work together, knit together, it works as a perfect, excellent unit, the body of Christ. അടുത്ത വാക്യം നോക്കിക്കേ. The next verse 16. And if the ear says, because I am not an eye, I am not a part of the body, it is not for this reason any the less a part of the body. കണ്ടോ, ഇവിടെയും പറയുന്നത് അതുപോലെ തന്നെ. The ear says, I am not the eye, so I am not part of the body. Is it therefore not part of the body? It is. Amen. എന്റെ ശരീരത്തിന്റെ അകത്ത് കാണപ്പെടുന്ന കുറെ അവയവങ്ങളുണ്ട്. In my body there are certain organs which is discernible, which is visible. പക്ഷേ ഈ കാണപ്പെടുന്ന അവയവങ്ങൾ മാത്രമുണ്ടെങ്കിൽ എന്റെ ശരീരം അവൻ വർക്ക് ചെയ്യത്തില്ല. Only seeing these visible organs, my body will not work. പക്ഷേ എന്റെ പവർഫുൾ ആയിട്ടുള്ള ഓർഗൻസ് എല്ലാം കാണപ്പെടാതെയിരിക്കുന്നത്. The real powerful organs are those organs which are invisible to you all. നിങ്ങൾക്ക് ഒരു പക്ഷേ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കത്തില്ല. You may not have a platform. നിങ്ങൾക്ക് ഒരു പക്ഷേ മെസ്സേജ് അറിയത്തില്ലായിരിക്കാം. You may not know how to preach a message. നിങ്ങൾക്ക് ഒരു പക്ഷേ പാടാൻ അറിയത്തില്ലായിരിക്കാം. You may not know how to sing. പക്ഷേ ഞാൻ പറയാം, നിങ്ങൾ സഭയ്ക്കകത്താണോ നിങ്ങളുടെ മേൽ എന്തോ ഒന്നുണ്ട്. But understand one thing, if you are in the church, there is something special in you. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഫങ്ഷൻ ചെയ്യാതെ ഈ ബോഡി ഫങ്ഷൻ ആവത്തില്ല. Understand, unless you function, this body cannot function. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. Every person in this hall, in this is part of the church, and you have to function for the whole church to function. Amen. ഹല്ലേലൂയ. ഈ ചില ഓർഗൻസ് എന്ത് ചെയ്ത് ഫങ്ഷൻ ചെയ്തില്ല. Sometimes some organs, whatever you do, they will not function. നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഇത് ഫങ്ഷൻ ചെയ്തില്ല. Even if you give good, excellent treatment, still they will not function. ഏറ്റവും അവസാനം എന്തോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു So what do you do at the last? What do you do? കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് പയ്യെ ഇൻഫെക്ഷൻ കയറാൻ വേണ്ടി തുടങ്ങും. Slowly, as in the world itself, slowly infection will set in these organs. എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള പലതും ഈ ഓർഗൻസിനെ എഫക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. Infection means the world gets inside you. അത് ബോഡിക്കകത്തിരുന്ന ബാക്കിയുള്ള ഓർഗൻസ് നിങ്ങളെ കേടാം. Understand, if that particular person has the world in him, it slowly seep into the whole church. അപ്പോഴാണ് ആംപ്യൂട്ടേഷൻ ചെയ്യുന്നത്. Then it's what the radical thing that God does, or person we do in the world is
amputate, cut off that part. കാരണം അത് ചിലത് അവൻ ഫങ്ഷൻ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, Not only that, that particular person is not functioning in the church. ഇത് കണക്ട് ആയിട്ട് ശരീരമായി കണക്ട് ആയിട്ടല്ല നിൽക്കുന്നത്. It is not getting connected to the church as the body of Christ. കാരണം ആ കണക്ട് ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവൻ ഇതിനകത്ത് വ്യാപരിക്കും. If you connect to the church, the life of Christ will flow through you also. പിന്നെ ആ കണക്ഷൻ പോയാൽ പിന്നെ ഇതിനകത്ത് കയറുന്നത് എന്താ? If the connection is lost, what enters into the person? പിന്നെ കയറുന്നത് പലതും പുറമേ ഉള്ളതകത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. The world enters you. If you lose the connection with the church, that is the life of Christ through you. If you lose the connection, the world enters you and you lose out. ബൈബിളിന്റെ അകത്ത് നോക്കിയാൽ അറിയാം, അവർ വളരെ കൂട്ടായ്മ ആചരിച്ചു പോകുന്ന കാര്യങ്ങൾ. You can read in the Bible, especially in the Acts of the Apostles. They came together and they worshipped the Lord. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. Yes, they had a fellowship with the Lord when they came together. ആമേൻ. ചിലപ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും കർത്താവ് എന്നെ ഇപ്പൊ ഫെലോഷിപ്പിന് വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. Some people may think that God has not called you to fellowship now today. പക്ഷേ സഭയുമായിട്ട് ആമേൻ ഉള്ള ഫെലോഷിപ്പിന്റെ അകത്ത് നിങ്ങൾ മാറ്റം വരുത്തരുത്. Do not lose your this thing, fellowship in the church with the church. ആമേൻ. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ ശരീരത്തിന്റെ അകത്ത് കർത്താവ് തലയെ ഒരു പൊസിഷനകത്താണ് ആക്കി വെച്ചിരിക്കുന്നത്. Listen, in this body, the head has got a particular position. കൈക്ക് മറ്റൊരു പൊസിഷൻ ഉണ്ട്. Hand has got another position. കാലിന് വേറൊരു പൊസിഷൻ ഉണ്ട്. Leg has another position. ഞാൻ ഈ പറയുന്നതെല്ലാം ബൈബിളിനകത്തുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ Let നമുക്ക് me check വായിക്കാം. in the Bible. 17ാമത്തെ വാക്യം വായിച്ചേ. Okay, please do read verse If 7. the whole body were an eye, where would the hearing be? If the whole were hearing, where would the sense of smell be? But 18ാമത്തെ വാക്യം. now God has placed the members, each one of them, in the body. അതിനകത്ത് ഒരു ഇംഗ്ലീഷിനകത്ത് ഒരു വാക്യമുണ്ട്, ഒരു വാക്കുണ്ട്. God has placed 18. But now had God set the members, every one of them, in the body as it had Okay. pleased Him. But now God set the members. Set ചെയ്തിരിക്കുന്നു. What the words of scripture says, whatever we told here, eye has got a position, ear has got a position. The ear cannot take the place of the eye. God Himself has set each member as He pleases in the body of എന്താ Christ. പദത്തിന്റെ അർത്ഥം? What's the meaning of that word? Set the members. അങ്ങനെ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പാകമായിരിക്കുന്ന ഒരു പിന്നിന്റെ അകത്തേക്ക് ഒരു പ്ലഗ് കയറ്റുന്നത് പോലെ അവൻ എന്തിനു വേണ്ടി മോൾഡ് ചെയ്തോ, എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ അതേ മേഖലയ്ക്കകത്തേക്ക് നിന്നെ സെറ്റ് ചെയ്തിരിക്കുക കർത്താവ്. Understand, this is not according to your thoughts, it's not according to your setting. God has molded you, created you, and He has plugged you into His setting to set in that way in the body of the church. മനസ്സിലാകുന്നോ ഞാൻ പറയുന്നത്? അവൻ കർത്താവ് എന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. Understand, God has set me and in a position which He has set, not I have set. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ഈസിയാ. പിന്നെ If you understand that, things are so easy. ആമേൻ. ഹല്ലേലൂയ. എന്റെ കൂടെ നിൽക്കുന്നയാള് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരാതിരിക്കാം. When the person standing along with me, when he prays, the dead will come back to life, maybe like that. പക്ഷേ എന്റെ പൊസിഷൻ ഞാൻ മനസ്സിലാക്കിയാൽ എനിക്ക് അതുകൊണ്ട് എനിക്കൊരു അസൂയ തോന്നത്തില്ല. But if I understand what's my position, set by Christ, then I won't feel envious, jealous. കാരണം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു, ഞാൻ എന്റെ ഫംഗ്ഷൻ ചെയ്യുന്നു. Because here, our pastor is doing his position, I am doing my job. പലപ്പോഴും എനിക്ക് സ്റ്റേജിന്റെ അകത്ത് കയറാൻ താല്പര്യം കുറവുള്ള ഒരാളാണ്. Pastor says he does not like to stand on the platform. He tries not to stand on the platform any time. പക്ഷെ എവിടെയെങ്കിലും എനിക്ക് സെറ്റ് ആകുന്ന ഒരു ജോലി കണ്ടാൽ എനിക്ക് അത് ചെയ്യാൻ ഇഷ്ടമാണ്. But I like, if it's set for me, that job I like to do. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തിനു വേണ്ടി മോൾഡ് ചെയ്തോ ആ ഒരു സ്ലോട്ടിന്റെ അകത്തേക്കാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. Understand that church, each and every person sitting here, you are not set yourselves. God is set with a purpose, and that you have to sit in that particular position set by Christ for the soul of the church to active and to function as one unit. Okay, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഡോക്ടർ ആയതുകൊണ്ട് ഈ ശരീരത്തിന്റെ അകത്ത് ഒരു ഉപയോഗമില്ലാത്ത എന്തെങ്കിലും ഓർഗൻ ഉണ്ടോ? Pastor is asking me one question, simple but tough. Is there anything in our body which is useless for us? Is there anything in my body, or my body, or your body, or brother's body, or pastor's body, which is useless? Has God said anything in this?
Yes or no? No. ആ ശരീരം കാണിച്ചിട്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരെയും കർത്താവിന്റെ ശരീരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആയിട്ട് ആരും ഇതിനകത്തില്ല. Understand? That's what Paul says. It's the same body. There's nothing useless, and each of you people are set as for Christ, as by Christ, in this house, in this body, for Christ, and everybody is useful. പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയും, അവൻ യൂസ്ലെസ് ആയിട്ട് ആരും ചർച്ചയുടെ അകത്തില്ല. If anyone here does not know, there is nobody who is useless in the church. പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്, മോൾഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം. But you all should know what is the will of the Lord for you. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടി ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഭ എന്തായി തീരുന്നു പറയുന്നു. Imagine if you all function according to what is set by Christ in you, what is the will of God for you. Imagine what a great church it will be. ചർച്ച് എന്ന് പറയുന്നത് ആമേൻ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വെള്ളിയാഴ്ച ദിവസം 12 മണിക്ക് പ്രാർത്ഥിച്ച് ആരംഭിച്ച് 2 മണിക്ക് ആശീർവാദം പറയുന്നതല്ല ചർച്ച്. Understand one thing, church is not one thing you start the prayer today at 12 o'clock and you end by 2 o'clock. That is not the church. നമ്മളിവിടെ വർഷിപ്പിന് വേണ്ടി വരുന്നു, ഫെലോഷിപ്പിന് വേണ്ടി വരുന്നു, കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി വരുന്നു, ആമേൻ, ദൈവവചനം കേൾക്കാൻ വേണ്ടി വരുന്നു. പക്ഷേ ചർച്ച് എന്ന് പറയുന്നത് ആമേൻ, ഹല്ലേലൂയ, 24 hours നമ്മൾ ചർച്ചിന്റെ ഭാഗത്താണ്. Understand one thing, this is not just worship, fellowship, preach the word, hear the word and go. Beyond that is the church, 24/7, 365. That's the church. ആമേൻ, നിങ്ങൾ ഇതിന്റെ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ സഭയുടെ ഭാഗം തന്നെയാണ്. When you are in the church, when you go outside the church, you are still the church. നിങ്ങൾ ഇതിന്റെ അകത്ത് ഇരിക്കുമ്പോഴും വെളിയിൽ പോകുമ്പോഴും നിങ്ങൾ എന്ന് പറയുന്ന ഈ അവയവം എപ്പോഴും ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒന്നാണ്. Understand, you when you are set as members of the church, when you are in the church, outside the church, when you are going out, you are still functioning as the church. 18ാമത്തെ വാക്യം പറയുന്നു, ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നു. Verse 18, 1 Corinthians 12:18 says, But now God has placed the members, each one of them in the body, just as He desired. ഓക്കേ, 19ാമത്തെ വാക്യം വായിച്ച്. verse If 19. they were all one member, where would the body be? ഓക്കേ, ശ്രദ്ധിച്ച്, അവൻ ഈ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ശരീരത്തിലെ എല്ലാ അവയവവും ഒരവയവമാണെങ്കിൽ ശരീരം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യും? Understand, I imagine that all the members of the body was just one member, it's just kidney or eye, the whole body is eye. How will it function? ഇതല്ലേ പലപ്പോഴും സഭയ്ക്കകത്ത് സംഭവിക്കാറ്? Don't you think that that's happening in the church nowadays? ആകെ പാടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ഉണ്ട്, വർഷിപ്പ് ഉണ്ട്, പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ട്. ഈ 3 ഫംഗ്ഷൻ ആണ് സാധാരണ നടക്കാറ്. So only 3 things happen. There's a worship, there's a message, and there's a prayer. Finish. ഞാൻ കാര്യം ഇവിടെ പറയും, മനോജ് പാസ്റ്റേ, ആമേൻ, ഈ ബാക്കിയുള്ള അവയവങ്ങളിൽ ഇരിക്കുന്ന പോലെ മനോജ് പാസ്റ്ററിനെ ഒന്ന് ഇരുന്ന് നോക്കാം. അപ്പൊ സൺഡേ സർവീസിന് എങ്ങനെ ആരും മെസ്സേജ് എടുക്കുമെന്ന് അറിയാം. Understand, the thing is very clear. Every person here is part of the church. If pastor also, if there's somebody inactive, it really affects the church. Pastor or one person or 2 persons, no. Every person should be active for the whole church to work as one unit, as a bridegroom, as a bride for waiting for the bridegroom. Amen. എല്ലാവരും പാസ്റ്റേഴ്സ് ആവത്തില്ല. Everyone cannot be pastors. എല്ലാവരും വർഷിപ്പ് ലീഡേഴ്സ് ആകത്തില്ല. Everyone may not be worship leaders. അങ്ങനെയാണെങ്കിൽ ശരീരമാകത്തില്ലത്. Then it won't be the body. ആമേൻ, പല അവയവങ്ങൾ ചേർന്ന് പല ഫംഗ്ഷൻ ചെയ്യുന്ന ഒന്നാണ് ബോഡി എന്ന് പറയുന്നത്. Understand, different members that should all be united together, functioning to become a body. എന്നാൽ വീണ്ടും പറയുന്നു, അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആമേൻ, നിങ്ങൾ വെവ്വേറെയല്ല, ഒരേ ശരീരം തന്നെയാണ്. Again, the Bible clearly says, even though you're different members, you're not separate, you're one body. ഓക്കേ, ഇനി അടുത്ത വാക്യങ്ങളിലേക്ക് ഇറങ്ങാം. 21ാമത്തെ വാക്യം. 1 I Corinthians. cannot say to the hand, 21. I have no need of you. ശ്രദ്ധിച്ച് മതി. അപ്പൊ ഇവിടെ കണ്ണിനോട് ആമേൻ കൈ എന്ന് വെച്ച് പറയുകയാണ്, ആമേൻ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല. See, to the eye, the hand person says, I don't require you. ആമേൻ. Amen. ശരീരമാണോ ആമേൻ, അത് ആവശ്യമുണ്ട്. If it is the body, the hand is required, the eye is required. ആമേൻ, ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ചർച്ചിന്റെ അതുവരെ അവർക്ക് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. Listen, some people come to the church, they don't want to associate with anybody in the church. പക്ഷെ വിടുതൽ ആവശ്യമുണ്ട്. But if they want deliverance, yes, they want പക്ഷെ deliverance. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ പലപ്പോഴും വിടുതൽ കാണാനും ഇല്ല. But finally, they don't get deliverance because they don't want to associate with anyone. കാരണം അവരെ ആക്കി വെച്ചിരിക്കുമ്പോൾ മറ്റൊരു അവയവം അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടായിരിക്കും. Because the reason is, if they have to associate with others, because that member has to be helped by the other members for their deliverance. അത് കിട്ടണം എങ്കിൽ ഞാൻ ആ ശരീരത്തിന്റെ പാർട്ടായിട്ട് നിന്നെ പറ്റത്തുള്ളൂ. For
that I should be part of the body. അഭിഷേകത്തിന്റെ അകത്ത് എല്ലാ വിടുതലും സംഭവിക്കത്തില്ല. In the anointing, deliverance did not occur. ചിലത് അനുസരണത്തിന്റെ അകത്തെ സംഭവിക്കത്തുള്ളൂ. Sometimes deliverance occurs in the obedience to Christ. ചിലത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താക്കി വെച്ചോ അത് നിങ്ങൾ ഫംഗ്ഷൻ ചെയ്തു കൊടുക്കണം. So if you have to get deliverance, you have been set by Jesus as a member of the body of church. If you set in that setting, you will get deliverance. 22ാമത്തെ വാക്യം വായിച്ചു. Verse 22, please. On the contrary, it is much truer that the members of the body which seem to be weaker are necessary. അപ്പോൾ ഇതിന്റെ അകത്ത് അടുത്തത് പറയുന്നു, നിങ്ങളുടെ മലയാളത്തിൽ എങ്ങനെയാണ്, ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ അത് തന്നെ ആവശ്യമുള്ളതാണ്. 23ാമത്തെ വാക്യം. And those members of the body which we deem less honorable, on these we bestow more abundant honor, and our less presentable members become much more presentable. മതി. 23ാമത്തെ വാക്യം പറയുന്നു, ഇതിന്റെ അകത്ത് ചിലപ്പോൾ മാനം കുറഞ്ഞ അവയവങ്ങൾ ഉണ്ടാകുമായിരിക്കും. There may be in the body. We are speaking about the body of Christ. There may be organs or members which are less honorable. പക്ഷേ അതിനെ അവിടെ കുറ്റം പറയാനല്ല പറഞ്ഞിരിക്കുന്നത്. God does not say, point a finger, you are less honorable, you are less honorable. No, that's പക്ഷേ not what God says. മാനമുള്ളത് മാനമില്ലാത്തതിനെ അവൻ മാനം അണിയിക്കണം. Okay, less honorable should be bestowed with more honor. ഹല്ലേലൂയ. Hallelujah. ഞാൻ രാവിലെ എന്നിട്ട് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് പാന്റ് ഷർട്ട് ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. In the morning I have put shirt, I have pant, I have belt, everything. പക്ഷേ ഇതെല്ലാം ഇട്ടിരിക്കുന്നത് എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഇട്ടത്. I put all this with my hand, right? എന്റെ ചോദ്യം, My question. നിങ്ങൾ രാവിലെ എന്നിട്ട് ഞാൻ ആ ലാംഗ്വേജ് ഒന്ന് ഉപയോഗിച്ചാണ്, നിങ്ങൾ രാവിലെ എന്നിട്ട് ബ്രഷ് ചെയ്യും. When you get up in the morning, you brush your teeth, right? നിങ്ങളുടെ ഇരിക്കൊണ്ട് ഇവിടെ ചെയ്യത്തില്ല. You all sit like that, you don't brush your teeth right in the morning. എനിവേ ബ്രഷ് ചെയ്യും. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ പല്ലല്ലാത്തത് കൊണ്ട് ഞാൻ ഇനി മുതൽ കൈ പറയാണ്, ഞാൻ ഇനി മുതൽ ബ്രഷ് ചെയ്യാൻ തയ്യാറല്ല. The hand says, no, as long as I'm not teeth, I'm not going to brush today onwards. ഈ ആറ്റിറ്റ്യൂഡ് ശരീരത്തിന്റെ അകത്തുള്ളതാണോ? Is this attitude in the church? Yes or no? Again, repeat. The brushing of the teeth, the hand says, I'm not a teeth, I'm not going to brush you. Is this the attitude in the church? എന്റെ കാലയിൽ ഒരു മുള്ളു കണ്ടു. There is a thorn in my foot. കാലല്ല അതിനെ മുള്ളിനെ എടുക്കുന്നത്, കൈയാണ് എടുക്കുന്നത്. The thorn is removed from the foot, not by the foot himself, by the hand. ഹല്ലേലൂയ. അതുപോലെ തന്നെ മാനം കുറഞ്ഞ ഒരു അവയവം വീക്കാണെങ്കിൽ അതിന് മാനം കൊടുക്കേണ്ടത് മറ്റൊരു അവയവത്തിന്റെ ജോലിയാണ്. If an organ is less honorable, it is the more honorable members to give honor to that part. Amen? ഹല്ലേലൂയ. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്റെ കാലും കൈയും അത്രയും യുണൈറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാത്ത ഒരു ശരീരം എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കും? Understand one thing. My foot has a thorn. My hand should work in union with to remove the thorn from the foot. Unless that goes in one unit, how can the body be strong? Amen? ആ യൂണിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഒരു ബോഡി ആയിട്ട് ഇരിക്കാൻ കഴിയത്തില്ല. If you don't have a unity, just like the example we gave, the hand, the thorn, the foot, then it cannot stay as a body, one unit. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന തലയിൽ നിന്നായിരിക്കും. All the controls from the head, that's Christ. പക്ഷേ ഇതെല്ലാം ഫംഗ്ഷൻ ചെയ്യുന്ന പല രീതിയിലായിരിക്കും. Our body may be functioning in different ways, but the control is from the head. ഓക്കേ, ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാലിൽ ഒരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ എവിടെ പോകും? Okay, a little more simple example. Okay, when the thorn gets on your foot, where does information go? ബ്രെയിനിൽ പോകും. To the brain, right? ആ തലയിൽ നിന്ന് അടുത്ത ഇൻഫർമേഷൻ വരും, അവൻ കൈക്ക് വരും. എന്താണ്? നീ അതിനകത്ത് അസിസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. So the information. So I start again. The thorn comes on the foot. The foot accidentally happens. Then the message goes to the brain, and from the brain, the message goes to the hand. You have to help out. ഓക്കേ, അപ്പൊ കാലിന് ഒരു മുള്ളു കൊണ്ടിട്ട് കൈ അതിനെ ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ കൈക്ക് തലയുമായിട്ട് ബന്ധമില്ല. Okay, if the message comes to the hand and the hand does not go to remove the thorn, that means there is no connection for the hand with the head, right? ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ കൂട്ടുവിശ്വാസി പ്രശ്നത്തിന്റെ അകത്തായിരിക്കുമ്പോൾ അതിനെ നോക്കി പ്രാർത്ഥിക്കുവാനും ഇടിവിൽ നിൽക്കുവാനും നമുക്കൊരു മനസ്സില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് തലയുമായി ബന്ധമില്ലെന്നാണ്. Understand? You know what's the meaning? In this church of Christ, if one person is weak, he's got a prayer matter. Unless others join together to pray, this is not one church. This is not one body. എന്റെ ഒരു സഹോദരൻ
he does not have food to eat, and I eat more than 3 times food, I should think I have a connection with the head, that is Christ. Unless if I have connection, I will definitely pray for him. I will share it with him. Amen. നാട്ടിലൊക്കെ ഈ ആരെങ്കിലും സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല കുറച്ചു പേരൊക്കെ ആശുപത്രിയിൽ പോയി കാണും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി 24 hours പ്രാർത്ഥന നടത്തും. And speaking about Kerala, India, when one person is sick, a few people go and pray. But if he is dead, 24 hours they are either in the hospital or the mortuary praying for ആ them. ബോഡി ബരിയിൽ ചെയ്യുന്നവരാണ്. And people will be there till the body is buried. But when a person is sick, very few people go to pray for them. Amen. ഒരിക്കലും എന്റെ അകത്ത് തിരിച്ചൊരു ചിന്ത കയറി. In between thought, when a thought came to my mind once upon a time, before prayer. ഈ പരിപാടിയിൽ മരിക്കുന്നതിനേക്കാൾ മുമ്പ് ചിലപ്പോൾ ഇടിവിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോലും. So I thought, it would have been better if I could pray for him before he died, right? Amen. Isn't it the truth? Yes. നമ്മളെല്ലാവരും ഇത് കഴിഞ്ഞു അറ്റൻഡ് ചെയ്യാൻ ഈസിയാണ്. Now, after the person is dead, attending his burial is easy. You should pray for him when he's alive. Go to the hospital, go to his house and pray for him because he's weak and you're strong. Pray for him and he will become healthy back. That is a body, that is the church. പക്ഷേ അതിന്റെ അകത്ത് ആ ശരീരത്തിന്റെ അകത്ത് വന്നാൽ ഒരു ശരീരം ആമേൻ നശിച്ചു പോകാൻ മറ്റൊരു അവയവം അനുവദിക്കത്തില്ല. The other organs, if it's your church, working as one unit, if one is sick, one is weak, the other strong, all together will pray for him and they'll become back one unit. നമ്മുടെ കാലിന്റെ അകത്ത് ഒരു മുള്ളു കൊണ്ട വേദന, മുള്ളു കൊള്ളുന്നിടത്ത് മാത്രമല്ല ഈ ശരീരം മുഴുവൻ അതിന്റെ വേദന ഉണ്ടാകും. Understand, if a thorn pricks your foot, it is not that only foot, it's the whole body is affected. Amen. അതുപോലെ ഒരു ബന്ധമാണ് ആമേൻ ദൈവസഭയ്ക്കകത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്നത്. That is the same relationship in this church, in the church of Christ. Amen. എന്റെ ചോദ്യം അതിനെ ആമേൻ ആരെങ്കിലും വിഭാഗിക്കുവാൻ നോക്കിയാൽ ദൈവം അവനെ ആമേൻ വെറുതെ വിടുമോ? Question is, if someone tries to divide the church, God will not leave him. കാരണം അവന്റെ കർത്താവിന്റെ ശരീരം പിളരുവാൻ അനുവദിക്കത്തില്ല. For God will not allow his body to be split. കർത്താവിന്റെ സഭയെ ദൈവം എന്നാ പറഞ്ഞത്. God told he will build the church. He did not say he will split the church. അതുകൊണ്ട് പറയാം, മരിച്ചവരെ ഉയർപ്പിച്ചാൽ സഭയെ പിരിക്കുന്നവൻ അവൻ കർത്താവിന്റെ പദ്ധതിയിലുള്ളവനല്ല. Even if a person brings the dead back to life, if he splits the church, he does not belong to Christ. കാരണം ബൈബിൾ പറയുന്നു കർത്താവ് സഭയെ പണിയുമെന്നാ പറഞ്ഞത്. The Bible says Christ himself will build the church. അങ്ങനെയാണെങ്കിൽ സഭയെ തകർക്കുമെന്നല്ല പറഞ്ഞത്. Christ not saying that he will split the church, he will destroy the church. ആമേൻ. ഇതിനകത്ത് ആമേൻ ശ്രദ്ധിക്കുക, കുറ്റം പറഞ്ഞു അപവാദം പറഞ്ഞു നിൽക്കുന്നത് ആമേൻ സഭയെ പണിയുകയാണോ സഭയെ തകർക്കുകയാണോ ചെയ്യുന്നത്? Gossiping, slandering, are you building the church or are you destroying the church? Think of it. Amen. 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 I know it's difficult to say amen to that. ഹല്ലേലൂയ. Hallelujah. ശ്രദ്ധിച്ചേ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തലയുണ്ട് കൈയുണ്ട്. അപ്പോ ഇവിടെ ഒരു കോമ്പറ്റീഷൻ പല സമയത്ത് സഭയ്ക്കകത്ത് കയറി വരാറുണ്ട്. There is the head, there is the hand. Okay? Many times you see competition in the church. കാരണം എന്നും പാസ്റ്റർ തന്നെ പ്രസംഗിക്കുന്നു, ഞങ്ങൾ എന്നും കേട്ടോണ്ടിരിക്കണോ? Every day the pastor should preach and we should hear, that's a competition, right? എന്റെ ദൈവമേ, പാസ്റ്ററിനെ തലയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ കാല് കിടന്ന് എങ്കിൽ പിന്നെ തലകുത്തി നടക്ക്. The pastor is saying, God has made him as the head. He is the pastor of the church. Or if you want why don't you walk upside down? The leg up, the head down. പോസിബിൾ അല്ല. കാരണം അതിന്റെ ഓർഡറിന്റെ അകത്താണ് ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത്. It is not possible. Christ himself has set every member according to his will in the church. എന്റെ കാലിന്റെ അത്രയും ബലമൊന്നും എന്റെ തലക്കില്ലാട്ടോ. Anyway, definitely my leg does not have the strength of my head. എന്റെ കാല് കൊണ്ട് ഒരു തൊഴിൽ വെച്ച് കൊടുത്താൽ ഈ ചെയർ ചിലപ്പോൾ തൊഴിച്ചു പോകും. പക്ഷെ എന്റെ തലയും കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. But I may be able to kick a chair, it will go off. But with my head, I cannot kick a chair. അപ്പൊ എന്റെ കാല് തലയോട് പറയാണ്, My leg tells to my head. എന്നേക്കാ പവർഫുൾ ഞാനാന്ന് പറഞ്ഞാൽ My leg says, I am more powerful than you, the head. അത് എങ്ങനെയായും സെറ്റ് ആകത്തില്ല. Whatever happens, that cannot set. എവിടെയാണ് ഈ കോമ്പറ്റീഷൻ വരുന്നത്, എവിടെയാണ് ഈ സ്പ്ലിറ്റ് വരുന്നത്, അവരവർക്ക് അവരവരുടെ സ്ലോട്ട് മനസ്സിലായിട്ടില്ല. Where the competition comes, where this, the mind comes that you don't belong to the churches, you don't know where you are sent by Christ. നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്?
Christ has set for you each as a member in the church, then you're comfortable in that position. ആമേൻ. എനിക്കൊരു കാര്യം ഉറപ്പാ, ഇന്നിപ്പോ എന്റെ സഭയ്ക്കകത്ത് തറ തുടയ്ക്കാൻ വേണ്ടിയാണ് കർത്താവ് ആക്കിയതെങ്കിൽ സന്തോഷമുള്ളത്. കാരണം എന്നെ മോൾഡ് ചെയ്തത് അതുപോലെ തന്നെയാണ്. If I'm happy, if God has set me to scrub the floor in the church, I'm happy because God has set me in that particular position. എന്നെ കുറിച്ച് പിതാവ് ആഗ്രഹിക്കുന്നതാണ്. God the Father wants that from me. ഞാൻ ട്രൈ ചെയ്ത് ഒന്നും നേടേണ്ട ആവശ്യം എനിക്കില്ല. എന്നെ ആ സ്ലോട്ടിന്റെ അകത്ത് കർത്താവ് ഇട്ടിട്ടുണ്ട്. I don't have to try anything because God has put me in that slot to scrub or to usher or whatever it is. He has put me in that slot. ഹല്ലേലൂയ. Hallelujah. സാധാരണ സഭകൾക്കകത്ത് ഉണ്ടാവുന്ന ആമേൻ ഈ പറയുന്ന ഒരു കോമ്പറ്റീഷൻ. In the most of the churches there is competition like this. I'm the head, you're not the head. ഞങ്ങളുടെ സഭയ്ക്കകത്ത് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. Don't wait for a platform. Make your platform. Pastor, it belongs to, as I told you, Bangalore, one church, big church, mega church. There, God, the pastor has taught him very clearly, don't wait for a platform. Make your platform. Make your platform. Don't wait for a platform, make your platform. എന്ന് പറഞ്ഞ അമ്മാനത്തിനെ കൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അടുത്ത പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനല്ല പറഞ്ഞത്. It is not meant that you take 50 from this church and make another church. Now, that's not what it's ഈ meant. സഭയ്ക്കകത്ത് നിങ്ങൾ ഫംഗ്ഷൻ ചെയ്യേണ്ട പ്ലാറ്റ്ഫോം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. You should find out what is your slot, what is your platform in this church. Amen. ഹല്ലേലൂയ. Hallelujah. അത് കണ്ടെത്തിയാൽ നമുക്ക് സന്തോഷമാണ്. പിന്നെ If you find out what is your slot in this particular church where you are set, then you're comfortable, you're happy. ഓക്കെ, ഞാൻ മടങ്ങി വരട്ടെ. I'll come back. ഓക്കെ, ഇതിനകത്ത് ചിലപ്പോ അവൻ കയ്യെ സഹായിക്കേണ്ടത് കാലായിരിക്കും, കാലിനെ സഹായിക്കേണ്ടത് കൈയായിരിക്കും, തലയ്ക്ക് ഇതിനകത്ത് ചിലപ്പോ ഒരു ഫംഗ്ഷൻ ഉണ്ടാകത്തില്ല. Sometimes many of the cases the hand should be held, the leg, the foot should be held by the hand. The head may not have any position in this. അപ്പൊ ഒരു കൈ ഇത് ചെയ്യാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മറ്റേ കാല് അവിടെ സിക്കായിരിക്കും. When the hand does not do, the foot will be sick. കാല് ഫംഗ്ഷൻ ചെയ്യാതിരിക്കുമ്പോൾ കൈ ചിലപ്പോ സിക്കായിരിക്കും. If the foot does not function, the hand will be sick. ഇതെല്ലാം കൂടെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് തലയോട് പറയാ ചെയ്യ. They're asking the head, do. Okay, but nothing is happening. പക്ഷെ മിനിസ്ട്രി എന്ന് പറയുന്നത് അതല്ല. The ministry is not that. ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ പോലെ ഓരോരുത്തരും ഫംഗ്ഷൻ ചെയ്തു വന്നേ പറ്റത്തുള്ളൂ. You all have to work as members of one body, put in the slot set by Christ, work comfortable, rejoice, happy, and the whole unit as a church will function. The head. The next verse, please. And God has appointed in the church first apostles, second prophets, third teachers, then miracles, then gifts of healings, helps, administrations, various kinds of tongues. Which verse? 29ാമത്തെ വാക്യം. All are not apostles, are they? All are not prophets, are they? All are not teachers, are they? All are not workers of miracles, are they? All do not have gifts of healings, do they? All do not speak with the tongues, do they? All do not interpret, do they? But earnestly desire the greater gifts, and I show you a still more excellent way. ഇവിടെ പറയുന്നു ആമേൻ, കർത്താവ് സഭയ്ക്കകത്ത് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. God has placed in the church people. God has placed as prophets, as apostles. ഞാൻ ഇതിനകത്ത് എന്തോ എന്റെ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധം ഒരു വിഷയം തുടരണമെന്ന് ആഗ്രഹപ്പെട്ട് ഒന്ന് തൊട്ട് കടന്നു പോകാം. Just touching a point which the Holy Spirit very clearly told my heart. അതേത് വെർഷനാണ് വായിച്ചത്? Which version is? ESV. അതിനകത്ത് നന്നായിട്ട് ഒരു വാക്കുണ്ട്, God has appointed. ESV version of the Bible is God has appointed. എന്ന് പറഞ്ഞാൽ ആ പൊസിഷന്റെ അകത്ത് ആക്കി അപ്പോയിന്റ് ചെയ്തിരിക്കുക. Means God has set in that particular position, appointed. ചിലർ അപ്പോസ്തലന്മാരായി, Some apostles, ചിലർ പ്രവാചകന്മാരായി, some are prophets. അപ്പോൾ ആമേൻ, ദൈവസഭയ്ക്കകത്ത് എന്ന ചോദ്യം, ഈ ഫൈവ് ഫോൾഡ് മിനിസ്ട്രി കിട്ടാത്ത ശരീരം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? Think that this fivefold ministry, people who know this is the fivefold ministry is not in the church, think of that. ചില സ്ഥലത്ത് പാസ്റ്റേഴ്സ് പ്രവചനത്തിനെതിരെ, Some pastors are against prophecy in some places. ചിലർക്ക് ഇവാഞ്ചലിസം വേണ്ട. Some pastors do not want evangelism. ചില ചർച്ചസിനകത്ത് ടീച്ചേഴ്സിനെ ചെന്ന് ഓടിക്കുവാണെന്ന്. Some churches, you teachers go, they will make them run off. ഈ അങ്ങനെ ഒരു ശരീരത്തെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? Such a body, if you feed them, what will happen? അതിന്റെ അകത്ത് എവിടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. Such a body, if you feed them, definitely something will happen wrong in that body. ദൈവസഭയ്ക്കകത്ത്
5 രീതിയിലുള്ള ശുശ്രൂഷകരെ ആക്കി വെച്ചിട്ടുണ്ട്. God has placed a fivefold ministry in the church. മനോഭാസന്റെ ഉത്തരവാദിത്വമാണ് ആ 5-fold മിനിസ്ട്രി സഭയ്ക്കകത്ത് അവൈലബിൾ ആക്കുക എന്ന് പറയുന്നത്. Pastor, it's your duty, Pastor Manoj, that the fivefold ministry is a ministry sent by God Himself in the church. See that is manifested. ആമേൻ. Amen. Hallelujah. Amen. ചിലർക്ക് ഇതൊന്നും വേണ്ട, ചിലർക്ക് പ്രവചനം മാത്രം മതി. Some people only want prophecies. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് പറയാമോ? ഈ കൊച്ചു പിള്ളേർക്ക് എന്നും പാൽ കൊടുത്ത് 18 വയസ്സാകുമ്പോൾ പാൽ കൊടുക്കുന്നത്. So what's happening, like giving milk to the baby, even when they're 18 years you give them milk. എത്ര ആമേൻ അവയവങ്ങൾ ഉണ്ടെങ്കിലും ഫംഗ്ഷൻ ചെയ്യാൻ കഴിയത്തില്ല. How many organs are there, still they cannot function together. ചിലർക്ക് ടീച്ചിങ് മാത്രം മതി. Some people only want teaching. ചിലർക്ക് ഇവാഞ്ചലിസം മാത്രം മതി. Some people evangelism. പക്ഷേ കർത്താവ് പറഞ്ഞു ഞാൻ സഭയ്ക്കകത്ത് ഇത് 5 ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. But God has told fivefold ministry I have placed, Christ has placed in the church. Amen. നിങ്ങൾ ഒരു സ്കൂളിന്റെ അകത്ത് കുഞ്ഞിനെ വിടുമ്പോൾ When you send your child to school, നിങ്ങൾ ആദ്യം നോക്കും ഈ സ്കൂളിന്റെ അകത്ത് പേര് മാത്രമല്ല, ഇതിനകത്ത് സ്കൂൾ എന്ന് പറയുന്നതിനകത്ത് ഫംഗ്ഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന്. you will look like in the school it's only just the name, or is the school is a real school? പേര് കൊണ്ട് ഒരിക്കലും സ്കൂൾ ആകത്തില്ല, അത് ഫംഗ്ഷനെ കൊണ്ട് സ്കൂൾ ആകുന്നത്. Namesake a school, namesake is not a school, but it's because it works as a function as a school, it's a school. പേര് കൊണ്ട് സഭയാകത്തില്ല, ഫംഗ്ഷനെ കൊണ്ട് സഭയാകുന്നത്. A church is not because of the namesake, it is because of the fivefold ministry. The church is a church. Hallelujah. 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 ഇനി ഇവിടുത്തെ അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഫ്രണ്ടിലൂടെ കടന്നു പോകാം. അവൻ ദൈവം ലോകത്ത് പ്രവാചകന്മാരെ ഒന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നത്, സഭയിൽ പ്രവാചകന്മാരെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. God did not send prophets unto the world, but prophets in the church, unto the church. That's what God has written. Hallelujah. എന്നേക്കാൾ കൂടുതൽ ആ ഒരു വിഷയത്തിന്റെ അകത്ത് ട്രീറ്റ്മെന്റുകൾ ലഭിച്ചവരാണ് നിങ്ങൾ എല്ലാവരും. I know Pastor saying, both of us are saying, it's better that you all know better than us about this prophecy and the prophecy in the church. Amen. Hallelujah. Hallelujah. അപ്പൊ ദൈവം സഭയിൽ പ്രവാചകന്മാരെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യം, ആമേൻ, പ്രവാചകൻ എന്ന് പറഞ്ഞ് പ്രവചിക്കുന്നവനല്ല പ്രവാചകൻ, ആമേൻ, സഭയ്ക്കകത്ത് പ്രവാചിക്കുന്നവനാ പ്രവാചകൻ. God is, scriptures is told, the prophet should prophesy in the church, not outside the church. Amen. സോറി, ഞാൻ തുറന്നു പറഞ്ഞതിനകത്ത് ഒന്നും തോന്നരുത്. ആമേൻ, ഒരു സഭയുമായിട്ട് ബന്ധമില്ലാതെ പ്രവചിക്കുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ എന്റെ അടുത്ത് വന്ന് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഏത് സഭയുടെ ഭാഗമാണെന്നാ ചോദിക്കത്തുള്ളൂ. The pastor is saying, some people, they are not related to any church, they just prophesy everywhere. But one thing which I ask when they come to me is, which church do you belong to? ഞാൻ അവരുടെ പ്രവചനത്തെ ചോദ്യം ചെയ്യുന്നില്ല. I do not question their പക്ഷെ prophecy. ഞാൻ അവരുടെ പൊസിഷനാ ചോദ്യം ചെയ്യുന്നത്. I'm asking their position in the church. Whether you are inside the church or outside the church. Pastor is asking, always ask whether you are in the church or outside the church. കാരണം സഭയിൽ ആത്മീക വർധനവിന് വേണ്ടിയാണ് അവൻ പ്രവചനം വെച്ചിരിക്കുന്നത്. The prophecy is in the church to increase the spiritual level of the church. Come on, We'll read verse. We'll read the scripture. 1 Corinthians 14-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 1 Corinthians 14:3. But one who prophesies speaks to men for edification and exhortation and consolation. ശ്രദ്ധിച്ചാൽ ഇവിടെ പറയുന്നു, പ്രവചിക്കുന്നവൻ 3 കാര്യത്തിന് വേണ്ടിയാണ് പ്രവചനത്തിന്റെ ശുശ്രൂഷ ആമേൻ ദൈവസഭയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്. Prophecy is for 3 purposes in the church. 1 1, പ്രബോധനം, edification, 2 ആത്മീക വർധനവ്, exhortation, 3 ആശ്വാസം. and comfort. അപ്പോൾ ആമേൻ, നമ്മൾ ദൂത് കേൾക്കുന്നത് എല്ലാവരുടെ അടുത്ത് പോയി കേൾക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഫംഗ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്നോട് ചിന്തിക്കണം. അതിന്റെ അകത്ത് Do not go after prophecies. Think that the prophecy, when you get it, it should be 3: the edification, the exhortation, the comfort. Hallelujah. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് സന്തോഷമൊന്നുമില്ലെന്ന് തോന്നുന്നു. You're not happy with hearing this. Amen. സഭയ്ക്കകത്തുള്ള സെക്കൻഡ് ഓഫീസാണ് പ്രൊഫറ്റിക്കൽ. In the church is the second office after the pastor is prophet. അപ്പോസ്തലന്റെ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തേതാണ് ഈ പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറയുന്നതിന്റെ അവൻ ആ ശുശ്രൂഷ അനുഭവിച്ചാൽ ഈ ജനത്തിന് ഒന്നുകിൽ ആശ്വാസം ലഭിക്കണം, ഇല്ലെങ്കിൽ പ്രബോധനം ലഭിക്കണം, ഇല്ലെങ്കിൽ ആത്മീക വർധനം ലഭിക്കണം. After the apostle, the second ministry in the church is the prophet. When the prophet is told by the prophet into the church, in the church, it should be edify you, it should exhort you, it should be comforting you. നമ്മൾ എന്താണ് ആഹാരം കഴിക്കുന്നത്? Why are we eating food? നമ്മുടെ ശരീരത്തിന്
ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലേ? To make our bodies healthy, ഞാൻ right? തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ചില ആഹാരങ്ങൾ കഴിച്ചാൽ ശരീരത്തിന് കേടും ഉണ്ടാകത്തില്ലേ? But I want to ask you one question, counter question. That some food if you eat, it will harm your body, right? രണ്ടും ഫുഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ്? ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ളത് മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. Right? There are two different types of food. You choose that food which is healthy to your body. Amen? Hallelujah. Hallelujah. യഥാർത്ഥത്തിൽ ഒരു പ്രൊഫറ്റിക്കൽ മേഖല ഓപ്പൺ ചെയ്തു വന്നാൽ ഇതിന്റെ അകത്തിരിക്കുന്ന കുറെ പേർക്ക് ആശ്വാസം ലഭിക്കും. If a prophecy is told by the prophet in the church, you will get some comfort in these people who are sitting here. തകർന്നിരിക്കുന്ന പലർക്കും ആശ്വാസമായിരിക്കും അത്. Those people who are down, weak, it will really strengthen them. ചിലർക്ക് അത് ആത്മീക വർധനമായിരിക്കും. For them, some people in the Holy Spirit, there will be anointing of the Holy Spirit. ചിലർക്ക് പ്രബോധനമായിരിക്കും അത്. Some people it will be an exhortation. Hallelujah. Hallelujah. ഇതൊന്നുമില്ലാത്ത പ്രവചനത്തെ ഞാൻ ചില സമയത്ത് എനിക്കും സംശയം തോന്നാറുണ്ട്. So the prophecy should have these three parts. Either it should edify you, or it should exhort you, or comfort. If these three are not there, I question the prophecies. ഇത് മൂന്നും ഫങ്ഷൻ ചെയ്താൽ ഈ ശരീരം വീണ്ടും ഹെൽത്തി ആയിരിക്കും. If these three function, the exhortation, the edification, the exhortation, and comfort, the body will be healthy. ഇതിന് മൂന്നും അല്ലാതെ എന്തെങ്കിലും ഒരു പ്രവചനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ആമേൻ. ഈ ശരീരത്തിന് ആമേൻ അത് വർധനവിലാണോ ശരീരത്തിന്റെ ഹെൽത്തി ആയിട്ടുള്ള ദൂതാണോ വരുന്നതെന്ന്. If it goes outside these three, this food is not meant for you. As you choose food for your body, which is healthy for you, which causes health in your body, this food outside these three, it is unhealthy to your body. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? Are you understanding it? ഹല്ലേലൂയ. മനസ്സിലാവുന്നോ? അതെയോ കുറേ ആ വാക്കുകൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം. Just one thing. Are all of you understanding? Be the Malayalam or the English? Yes or no? Yes. Yes. If you don't understand, we'll explain it again because it matters. ഓക്കെ, ഞാൻ പറയാം. ആമേൻ. ഞാൻ പ്രവചിക്കുന്നു. Pastor says, I, or we both prophesy. ഓക്കെ, അടുത്ത ഒരാൾ ഒരു കഷ്ടത്തിന്റെ അകത്തിരിക്കുന്നു. Understand, this person whom we are prophesying, he is down, he's got some weakness. He's നമ്മൾ burdened. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് എക്സോർട്ടേഷൻ, എഡിഫിക്കേഷൻ ആൻഡ് കൺസോലേഷൻ. So three things we told. It should edify. A prophecy told by a prophet should edify, it should exhort, and it should be a comfort. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പറയാം. ആമേൻ ബ്രദറെ, ദൈവം നിന്നെ കാണുന്നു, നിന്റെ അവസ്ഥകളെ തിരിച്ചറിയുന്നു, കർത്താവ് നിനക്ക് ഒരു വ്യത്യാസം തരും, ആശ്വാസം ലഭിക്കുമോ? So I come and prophesy that God sees you, okay? God will change everything. Does it comfort you? Hallelujah. Amen or not? Does it comfort you? You in your state, and God is going to change you. Does it comfort you in any way? ആമേൻ. അടുത്തത് ആമേൻ എഡിഫിക്കേഷൻ ആൻഡ് എക്സോർട്ടേഷൻ. എഡിഫിക്കേഷൻ എന്ന് പറയുന്ന സമയം ആമേൻ നമ്മളെ അതിന്റെ അകത്തുനിന്ന് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു തരും. Edification says that you're down, you're out, you're burdened. God will definitely, when He prophesies to a prophet, it will definitely make you such a way that you come out of it. ഓക്കെ, എഡിഫിക്കേഷൻ പറയുമ്പോൾ പറയും, നീ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ, അല്ലെങ്കിൽ ഇത്ര ദിവസം പ്രാർത്ഥിച്ചോ, ആമേൻ, ഇങ്ങനെ പ്രാർത്ഥിക്ക്, എന്നാൽ അതിനകത്തുനിന്ന് ഒരു തീരുമാനമുണ്ട്, വിഷയങ്ങൾക്ക് വിടുതലുണ്ട്. God will show you a way out of that. That you pray such a time, or pray do this, and God will bring you out of your burden. He will deliver you. ഇത് രണ്ടും കേട്ട് കഴിഞ്ഞിട്ടും ആമേൻ ഈ പ്രശ്നത്തിന്റെ അകത്ത് ഇരിക്കുന്ന ആർക്കും വിടുതലില്ല. Even after hearing all this, if still in that, you do not have a deliverance. കാരണം ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു 40 ദിവസം ഉപവസിക്കാനാണെന്ന് വിചാരിക്കുക. Imagine that, tell you, the prophecy is that 40 days you fasted, അല്ലെങ്കിൽ ഒരു ദിവസം 6 മണിക്കൂർ പ്രാർത്ഥിക്കുക, or one day you pray 6 hours. അപ്പോൾ ആമേൻ ഇപ്പോൾ നമ്മൾ കൺസോലേഷൻ കഴിഞ്ഞു, എഡിഫിക്കേഷൻ കഴിഞ്ഞു, ആമേൻ എക്സോർട്ടേഷൻ വർക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയെ എന്ത് ചെയ്യണമോ ആ ചെയ്യുവാനുള്ള രീതിയിലായിട്ട് ആമേൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരും എക്സോർട്ടേഷൻ. Okay, this is now the edification is over, the comfort is the consolation over. Exhortation is the way in which this person has to be changed. That is what this prophet should do. എന്ന് പറഞ്ഞാൽ ഒരു എക്സോർട്ടറിന്റെ അടുത്ത് താൻ ചെന്ന് കഴിഞ്ഞാൽ 6 മണിക്കൂർ പ്രാർത്ഥിക്കണമെങ്കിൽ 6 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റിവിടും. If you go to a person, the prophecy is told that you have to pray for 6 hours. God will change you in such a person that you will be a man of prayer. ഇങ്ങനത്തെ ഒരു പ്രവചനം സഭയ്ക്ക് ആത്മീയ വർദ്ധന വരുത്തുമില്ലയോ? Such a prophecy, will it cause exhortation, edification, consolation to the church? Amen.
Not a prayer, not a prophecy says that God knows you everything, God will change you, but it says that you do this, you do that, and it says create such a situation that you will change to that particular amount of prayer. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പ്രബോധനമായി ഇന്ന ബന്ധനം ആ ബന്ധനം ഈ ബന്ധനം ഉണ്ടെന്നുള്ള കാര്യം നമുക്കേ അറിയാം. ഇതിനകത്ത് എന്തെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ദൂത് കേൾക്കുന്നത്. Most of the prophecy we hear is this: you have a burden. There is something, you know, you are in such a position that you are under the spell or you are under the devil. But what we want is a way out of all this. Amen. എന്റെ ചോദ്യം ഇതിനകത്ത് അഴിക്കാനുള്ള ദൂത് വല്ലതും ഉണ്ടോ? My question is only one: how will I be delivered from this burden? പ്രവചനം നിങ്ങളെ എഡിഫൈ ചെയ്യും. Prophecy will edify you. പ്രവചനം നിങ്ങളെ എക്സോർട്ട് ചെയ്യും. It will help you to lift you up. പ്രവചനം നിങ്ങളെ ആശ്വസിപ്പിക്കും. It will comfort you. Prophecy. കാരണം ദൈവത്തിന്റെ വചനങ്ങളായതല്ല. You know why? Because it's God's word. നിങ്ങൾ എന്നോട് ഒരു പ്രവാചകൻ ആരാണെന്ന് വെച്ച് ഞാൻ ഒറ്റ ആൻസർ പറയാം: ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുന്നവനാണ് പ്രവാചകൻ. If you ask me who is a prophet is a person who knows God's heart. പ്രവചിക്കുന്നവനല്ല പ്രവാചകൻ, ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുന്നവനാണ് പ്രവാചകൻ. A prophet is not one person who prophesies. A prophet is one person who knows God's heart about you. Hallelujah. 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 ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരു കൂട്ടം പ്രവാചകന്മാർ എഴുന്നേറ്റ് വരട്ടെ. I pray let a big group of prophets come out of this church. ആരൊക്കെ കയറി വന്നാലും അവർക്ക് ആശ്വാസവും പ്രബോധനവും ആമേൻ ആമേൻ ആത്മീക വർദ്ധനവും കൊടുക്കുന്ന കുറെ പേരെ കർത്താവിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. People, let a big group come out of this who are prophets. So anyone entering the church, let them prophesy. So they are exhorted, they are comforted, they are edified. ഓക്കേ, ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്തേക്ക് വന്ന എഫെസ്യർ 4-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. Please come to the book of Ephesians 4:12. 11 തുടങ്ങി. Okay, 4:11 and 12, please. And he gives some as apostles, and some as prophets, and some as evangelists, and some as pastors and teachers, for the equipping of the saints for the work of service, to the building up of the body of Christ. ശ്രദ്ധിച്ചേ, അപ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? 12-ാമത്തെ വാക്യം പറയുന്നു. Why this fivefold ministry? The verse 12 says, why the fivefold ministry in the church? For the perfecting of the saints, to make the saints perfect, for the work of the ministry, for edification of the body of Christ. ഈ ആമേൻ ശുശ്രൂഷകളെല്ലാം അനുഭവിക്കുമ്പോഴാണ് ഈ ശരീരം ആമേൻ ഇത് ആമേൻ ആരോഗ്യത്തോടെ വർദ്ധിച്ചു വരുന്നത്. Repeat. This body becomes healthy when this fivefold ministry is operating in the church. Amen. ഞാനത് മലയാളത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. Which verse? Okay. Sorry. Maybe it's different in Malayalam. Which verse is that? 12. 12. Okay. Perfecting of the saints. For the equipping of the saints. KJV ഇങ്ങനെയാണ് ഇതിനകത്ത് for the perfecting of the saints. വിശുദ്ധന്മാരുടെ അവൻ അതിനെ പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. As it's written, saints, we are all saints, we are in Christ. To make us saints perfect in Christ. For the work of the ministry. For the work of his ministry here. Hallelujah. ഈ ശുശ്രൂഷകൾ ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ കാരണം അവൻ വിശുദ്ധന്മാരെ പെർഫെക്റ്റ് ആക്കി തീർക്കുവാൻ വേണ്ടിയാണ്. Understand, when you go from here, understand this fivefold ministry in the church is to perfect the saints for Christ. ചർച്ചിന്റെ അകത്ത് വരുന്ന എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചർച്ചിന്റെ അകത്ത് വരുന്നവർ പെർഫെക്റ്റ് ആയി മാറണം. Understand, those who are in the church should be perfect, but those people who are coming from outside are not perfect. So the perfect people in the church should prophesy. This fivefold ministry should work for them to become perfect. ഇതൊരു പണിശാലയായത്. This is a workshop. ആമേൻ. ഹല്ലേലൂയ. നാട്ടിലുള്ള മരം വെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ആലയത്തിന്റെ തൂണുകളാക്കി മാറ്റുന്ന രീതിയിൽ ഇതൊരു വർക്ക്ഷോപ്പായത്. This is a workshop where you cut trees from the forest, the wilderness, you bring to this church, and they are made part of the church. അടുത്തത് പറയുന്നു for the work of the ministry. ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. You know for what? It is for his ministry, for his work, his ministry to work. അടുത്ത പദം for the edification of the Christ. For next says to Body of the edify Christ.
Christ's body, that's us. ഏത് ശുശ്രൂഷ വെളിപ്പെടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ആമേൻ, കർത്താവിന്റെ ശരീരത്തെ അത് വളർത്തുകയാണോ തളർത്തുകയാണോ എന്ന്. Understand one thing. The fivefold ministry which was read just now, the fivefold ministry, understand, as it is being manifested, is the church being built up or is the church being destroyed? ഇതിനകത്തുനിന്ന് ഒരെണ്ണം പോലും നമുക്ക് മാറ്റിക്കളയാൻ കഴിയത്തില്ല. Not even one member of this church can be set apart. Every person counts. ഒരു ശുശ്രൂഷ പോലും മാറ്റിക്കളയാൻ കഴിയത്തില്ല. Not even one ministry, one person's ministry can be set apart from this church. All are ഇന്ന് one. പകൽ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും നമ്മൾക്കെല്ലാം ആയിരുന്നു, പക്ഷേ ഈ 5 ശുശ്രൂഷകൾ ഇന്നും നമ്മൾക്ക് ആവശ്യമാണ്. Understand, we think one person, I think I'm complete, I'm perfect. No, the whole church has to work as set by God, as members, to work as one unit for Christ, His body. ഹല്ലേലൂയ. നമുക്ക് അവിടെ ഒരു ചോയ്സ് ഇല്ല. We have no choice. ഈ 5 സിസ്റ്റവും നമ്മൾ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. This fivefold ministry has to work in His church. ഹല്ലേലൂയ. ഇതിനകത്ത് ആമേൻ ഹല്ലേലൂയ ശക്തിയുള്ള ചില അവയവങ്ങൾ എഴുന്നേറ്റ് വരണമെങ്കിൽ ഈ 5 സിസ്റ്റവും സഭയ്ക്കകത്ത് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. Some people have to rise up. This fivefold ministry has to be manifested in His church. It has to be manifested. ഹല്ലേലൂയ. 14ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 16 verse 16, please. Will you read? ഇതിനാണ് വായിച്ചോ? Ephesians 4:16. 14. Sorry, 14. I'm sorry. 14. That day henceforth be no more children, tossed to and fro and carried about with every wind of doctrine, by the sleight of men and cunning craftiness, whereby they lie in wait to deceive. 15. 15. But speaking the truth in love, may grow up into Him in all things, which is the head, even Christ. 16. From whom the whole body fitly joined together and compacted by that which every joint supplieth, according to the effectual working in the measure of every part, maketh increase of the body unto the edifying of itself in love. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന്റെ ഓരോ വാക്കുകളും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ കാറ്റിനാൽ അലയുന്നു ഉഴയുന്ന ശിശുക്കളായിരിക്കാതെ. So only one thing, do not be like little children, tossed to and fro, for every wind of doctrine which comes into the church. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ഉപദേശമുണ്ട്. There is a doctrine in the church as per Christ's doctrine. നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് വെച്ചിരിക്കുന്ന പോലെ ചില സിസ്റ്റങ്ങൾ ഇതിനകത്തുണ്ട്. Just like in your human body, there's a system in the church. വെളിപ്പാട് പുതിയതായിരിക്കും, പക്ഷെ ഉപദേശം പഴയത് തന്നെയാ. Revelation may be new, but the doctrine is the same old doctrine of Christ. ഈ ഓർഡറിനെ ആർക്കും തെറ്റിക്കാൻ കഴിയത്തില്ല. Nobody can change this order. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ഇതിനെ ഒരിക്കലും മാറ്റാൻ കഴിയത്തില്ല. No one can change this order. Hallelujah, praise the Lord. എന്നിട്ട് വേറെ പറയുന്നു, നിങ്ങൾ ശിശുക്കളെ പോലെ വല്ലവരും പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കാതെ ഉപദേശത്തിന്റെ അകത്ത് സ്ഥിരതയുള്ളവരായിരിക്കണം. The Bible says, the scripture says, do not be like little children, tossed to and fro, which as every wind of doctrine seeps into the church, but be stable, stay put into the doctrine of Christ, which is of old. അത് മലയാളത്തിനകത്ത് ചതി ഉപായം തന്ത്രം എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. The same thing here also. 15. No, 14. 14. See, tossed to and fro, carried about with every wind of doctrine by the sleight of man, the sprightness of man, the cunningness of man, the craftiness of man. Wind of doctrine, yeah. You should not be tossed to and fro like little children. You know, little children, you can change them which way you like. But do not, every wind of doctrine, man who does not know Christ, comes with cunningness, craftiness. As they come in, do not change your wind of doctrine. Do not change your thoughts. Your thoughts should be always in the doctrine of Christ. As a fold, same thing. Only changing by the revelation which you get, which keeps on changing. The doctrine is the same. Do not be entangled in the cunningness of man. കൊച്ചുപിള്ളേരെ ചോക്ലേറ്റ് കൊടുത്ത് പറ്റിക്കാം നമുക്ക്. You know, little children, you can get snared, you can show chocolate, പലതും കാണിച്ച് അവരെ അട്രാക്ട് ചെയ്യാം. You can attract them with many things, sweets, chocolates, പല right? ശുശ്രൂഷകളും കാണുമ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കാം. Many of the, when you see some people, how they do their activity, they can attract you. പക്ഷെ ആ ചോക്ലേറ്റ് കാണുമ്പോഴൊന്നും അട്രാക്ട് ചെയ്യുന്നവരായിരിക്കരുത്.
you should not be attracted with such wrong doctrines. നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പൊസിഷൻ എന്താണ്, നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം. You should know what is your doctrine, the doctrine of Christ, and where you are set in the church as members by Christ himself. Hallelujah. 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 പല ചോക്ലേറ്റുകളും വരും, ശിശുക്കൾ അതിനോട് പ്രതികരിക്കും, പക്ഷെ മുതിർന്നില്ല. You people who are mature should not fall for these different chocolates, different doctrines which come into the church. You are mature, you are not children. Hallelujah. നഗരത്തിനകത്ത് ഉറച്ചുപോയ ഒരു വിശ്വാസിയെ തെറ്റിക്കാൻ ചില പ്രയാസമാണ്. Those who are established, those who stand in the right doctrine of Christ in this church, you cannot entangle, you cannot snare them, you are not attracted to things which are wrong. Hallelujah. Hallelujah. പലർക്കും ചോക്ലേറ്റ് കാണുമ്പോൾ ചാടാൻ തോന്നും. Many people when they see chocolate, you feel like jumping for chocolate. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മനസ്സിലാവുന്നത് ചോക്ലേറ്റ് ആയിരുന്നു, തീർന്നു പോയിരുന്നു. After 2 minutes you understand it's wrong, the doctrine is wrong, it's finished. പല മക്കളും കുടുംബം വിട്ടുപോലെ ഇറങ്ങിപ്പോ ചോക്ലേറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. Some children, they leave their families, children, when they are attracted by അതിന്റെ chocolates. അമ്മനെ പോലും മറന്നു പോകും. They will, even the children will forget their father and ഇത് mother. കാണിക്കുന്നവരുടെ കൂടെ പോകും. They will go along with those who chose the chocolates. പക്ഷെ ഇതൊരു ചില നിമിഷങ്ങൾ കൊണ്ട് തീരും. You'll understand, this chocolate will get, it will rise and will go off. Just for a few minutes it's there. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ആരുടെ കീഴിലാണോ അവിടെ ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കുക. Wherever you are, be faithful in that church where you're set as members for that church by Christ. ദൈവം നിങ്ങളെ അതിനുവേണ്ടി മോൾഡ് ചെയ്ത് കൊണ്ടത് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ. God himself is molded and set you in that particular position in this church. ഹല്ലേലൂയ. Hallelujah. ആമേൻ. നിങ്ങൾക്കറിയാമോ, ആമേൻ, പിശാചിനെ ലൂസിഫറിനെ തട്ടാനുള്ള ഒറ്റ റീസൺ ദൈവത്തിന്റെ അധികാരത്തോട് മറുതലിച്ചതാ. You know why Lucifer was cut down? Because he wanted to be like God. Hallelujah. Hallelujah. ആമേൻ. Amen. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ ആമേൻ എന്റെ സിംഹാസനം ഞാൻ വെക്കുമെന്ന് എന്ന ഹൃദയത്തിന്റെ അകത്ത് തീരുമാനിച്ചു ഒന്നേ തട്ടി. The thought when he came into his mind, the Lucifer, that he will place his throne above the throne of God, he was cut down. അതേ തന്ത്രം പല സമയത്ത് സഭകൾക്കകത്ത് പിശാച് റിലീസ് ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. എനിക്കതിനേക്കാൾ കഴിയും, എനിക്കതിനേക്കാൾ കൂടുതൽ കാര്യമുണ്ട്, എനിക്കതിനേക്കാൾ കൂടുതൽ എഫിഷ്യന്റ് ആണ്, ഈ പ്രസംഗിക്കുന്ന ഭാഷയിലേക്കാൾ കൂടുതൽ ചിലത് എനിക്കറിയാം. ആമേൻ. അതിനേക്കാൾ മുകളിൽ കയറാൻ എന്ന് തോന്നുന്നു. ആമേൻ. നീ പ്രതികരിക്കുന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയോട് എതിരാണ്. Understand? There's an order in the church put by Christ. When you feel that, for example, Pastor, if I feel that I am above him, I can preach a better message, I can do better than him, that is not possible in a church set by Christ. For there's an order in the church set by him, Christ the head. ഇതൊക്കെ ചെയ്യുന്ന സത്യത്തിൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശിശുക്കളാ. ചിലപ്പോൾ ഈ കൊച്ചു പിള്ളേർക്ക് തോന്നുന്നു ഞാൻ അപ്പനേക്കാൾ വലുതായിരുന്നു. This is not done by small children. They sometimes think, they're greater than their father or mother. അങ്ങനെ ഉള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊന്ന് വളരുമായിരിക്കും. For those people, what is told is, give them some special food, they'll grow. Amen. ഇനിയും കിട്ടിയിട്ടില്ലെങ്കിൽ ചില വൈറ്റമിൻ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്താൽ മതി. എന്നാൽ കേൾക്കുള്ളൂ. Even if still they do not grow, give them the special vitamin injections, they will definitely grow. The children. അപ്പൊ ഇങ്ങനെ ആയിരിക്കാതെ എന്തായിരിക്കണം എന്നാണ് ആമേൻ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്. 15-ാമത്തെ വാക്യം. What does the scripture say? Let's hear that. But speaking the truth in love may grow up into him in all things, which is the head, even Christ. The Bible says, the scripture says, speak in love. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. Speak the truth in love. ഈ അവയവങ്ങളെല്ലാം കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. Let all the members hold together. ഈ എല്ലാ ഓർഗൻസിനെ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. The organs are all connected. സ്നേഹം എന്ന് പറയുന്ന ഒന്നിന്റെ അകത്താണ്. Only in love. അതുകൊണ്ടാണ് കാണപ്പെടുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് തലയുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞത്. That's what the Bible says. The seen brother, if you do not love, you have no connection with the unseen God who is the head. നീ പറയുന്നു നിനക്ക് ദൈവമായിട്ട് സ്നേഹമാണെന്ന്, പക്ഷെ നിന്നെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു ആമേൻ കാണപ്പെടാത്ത ദൈവത്തെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി കഴിയും? കാരണം ആമേൻ നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആമേൻ നിനക്ക് തലയുമായിട്ടൊരു ബന്ധമില്ല. The scripture says, your seen brother, he is weak, he is hungry. If you cannot see him as your brother, and you say that you see the unseen God, and you are in love, you are in connection with the unseen God, that is not possible.
Amen. ഇവിടെ ബന്ധിച്ചിരിക്കുന്നത് ശുശ്രൂഷയല്ല, ഇവിടെ ബന്ധിച്ചിരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. We are connected here in the church by love, brother to brother. Compassion. Compassion. ആമേൻ. മറ്റുള്ളവർക്ക് വേണ്ടി ആമേൻ കഷ്ടം സഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്. For the others, you should have a mind out of love to help them out. സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സകലതും ക്ഷമിക്കുന്നു, ഇതൊക്കെ വായിക്കാറുണ്ട്. പക്ഷേ ആമേൻ, സഭയെ അങ്ങനെയുള്ള ഒരു യൂണിറ്റിക്ക് അകത്താണ് ദൈവം നിർത്തിയിരിക്കുന്നത്. 1 Corinthians 13 says love. It bears everything. It's easy to read, but in the church, understand one thing: the church is held together in love, the love of Christ. ഹല്ലേലൂയ. ഒരു അവയവത്തിന് എന്തെങ്കിലും പറ്റിയാൽ അടുത്ത അവയവം ഓടിച്ചെല്ലും. When one part of the church, one member is weak, is affected, the other member or the members go running to help him out. ഇതിനകത്ത് ആർക്കെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ശുശ്രൂഷ കിട്ടുന്നില്ലെന്ന് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ, നിങ്ങൾ എന്ത് ശുശ്രൂഷയാണ് ഈ ശരീരത്തിന്റെ അകത്ത് ചെയ്യുന്നത്? One question to all of you: if you feel personally that you are not getting the proper attention what you should get, then what are you doing in the church as a member sent by Christ in the church? Look to yourself. നിങ്ങൾ ചെയ്യുന്ന അതേ മിസ്റ്റേക്ക് തന്നെ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. The same mistake which he does also you will do. ആർക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയും? Who can change? ഇന്ന് പറയാൻ നമ്മൾക്ക് ഒരു തീരുമാനം എടുക്കണം, നമ്മൾ ചേഞ്ച് ആകും. Let's take a decision today that we will change. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇവിടെ നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഇരിക്കാൻ ചെയർ ഇട്ടിട്ടുണ്ട്. Yeah, when you sit there, everyone has got a chair to sit on. ഞാൻ പറയാ, ഈ ചെയർ അല്ല ഇവിടെ കിടക്കുന്നത്, ഇതൊക്കെ ഓരോ പൊസിഷനാണ് ഈ ശരീരത്തിന്റെ അകത്ത് ഫംഗ്ഷൻ ചെയ്യേണ്ടത്. This is not a chair. This is each of you have a position in the church to function as one unit, to make church as one unit. ആമേൻ. പ്രസംഗം ആഴ്ചയിൽ 2-3 മണിക്കൂർ കൊണ്ട് തീരും, പക്ഷേ ശുശ്രൂഷ അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. Understand, the preaching the message is maximum 2 hours, but the church is not ceasing to exist with that. അവയവങ്ങൾ 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക.